ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ വിശ്വസിക്കുന്നവർ ഈ നിമിഷം പോലെ ഏറ്റു പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ, അറിയാത്തവർക്ക് വേണ്ടി സ്ക്രീനിൽ കാണാൻ പറ്റുന്നവർക്ക് വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ആമേൻ. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഒരു രോഗത്തിനോ, ഒരു രോഗശക്തിക്കോ, രോഗത്തിനോ, ദുരാത്മാവിനോ, ദാരിദ്ര്യത്തിനോ എന്റെ മേലെ അവകാശമില്ല. എന്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ദൈവമാണ്. ഞാൻ ദീർഘായുസോടെ ദിവ്യാരോഗ്യത്തോടെ ഇന്ന് കർത്താവിനെ സ്തുതിക്കും. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്കെല്ലാം ചെയ്യുവാൻ കഴിയും. ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവ് എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പാനും, രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയം. ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. തുടർമാനമായി നമ്മളൊരു വിഷയം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. എന്ത് വിഷയം എന്ന് ഓർമ്മയുണ്ടോ? എന്തുകൊണ്ട് രോഗം വരുന്നു? നമ്മൾ ഈ 3-4 ദിവസങ്ങളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു, എന്തുകൊണ്ട് വിശ്വാസികൾക്ക് രോഗവും പ്രതിസന്ധികളും വിശ്വാസത്തിൽ വന്നതിന് ശേഷം വരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ 2 ദിവസത്തെ പ്രാർത്ഥനകൾ, ഇന്നലത്തെ പ്രാർത്ഥനയും മിനിഞ്ഞാത്ത പ്രാർത്ഥനയും രണ്ടും നമുക്ക് ലൈവ് ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അഥവാ ഇന്നലത്തെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. മിനിഞ്ഞാത്ത് നമ്മൾ ലൈവ് വന്നത് റെക്കോർഡ് ആയില്ലത്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനുകൊണ്ട് പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ മിസ്സാക്കരുത്, പ്രാർത്ഥനകൾ മിസ്സാക്കരുത്. ആ 1.5 മണിക്കൂർ നിങ്ങളുള്ള പ്രാർത്ഥനകൾ പിന്നെയും റീക്രിയേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ 2 പാർട്ടുകൾ നമുക്ക് മിസ്സായി. പക്ഷെ ലൈവിൽ കേട്ടവർ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര പേര് ഇത് കേട്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഈ 3 ദിവസത്തെ കാര്യങ്ങൾ എത്ര പേര് ഇത് കേട്ടായിരുന്നു? അതുകൊണ്ട് ഞാൻ ആ വിഷയം തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഈ ദിവസങ്ങളിലെ ഒറ്റ ക്ലാസ് പോലും മിസ്സാക്കരുത്. ഞാൻ ശരിക്കും പറഞ്ഞ 2 ലൈവ് വിട്ട് 2 റെക്കോർഡ് ചെയ്യാനാണ് പ്ലാൻ. പക്ഷെ അത് റെക്കോർഡ് ആയുമില്ല, ലൈവ് സേവ് ആയുമില്ല. രണ്ടും അങ്ങനെ ആയിപ്പോയി. 2 ദിവസത്തെ ആദ്യത്തെ പാർട്ട് മാത്രമുണ്ട്. നമ്മളിപ്പോൾ അവസാനത്തെ പാർട്ടിലേക്ക് പോവാണ്. അപ്പൊ 2 പാർട്ടുകളും നിങ്ങൾക്ക് മിസ്സായവര്, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, പലപ്പോഴും നിങ്ങൾ സ്പെഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം എടുക്കുന്ന സമയത്ത് നിങ്ങൾ അത് സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ അതിനുവേണ്ടി വില കൊടുത്ത് തന്നെ അത് കയറണമെന്ന് ഞാൻ പലപ്പോഴും എനിക്കൊരു സാഹചര്യം നമുക്ക് ചിലപ്പം ഒത്തു വന്നില്ലെങ്കിൽ എങ്ങനെയും ഒക്കെ സാഹചര്യങ്ങളിൽ നമുക്കൊരിക്കലും സമയം തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ദൈവത്തിന്റെ ഹിതങ്ങളെ കിട്ടുന്ന സമയത്ത് ചാടി പിടിച്ചോണം. നമുക്ക് അതിന്റെ 3-ാമത്തെ പാട്ടിലേക്ക് പോവാണ് കർത്താവിന്റെ നാമത്തിൽ. അപ്പൊ ഇന്നലെ നമ്മൾ കേട്ടു എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ തന്നെ കൃപയാൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഞാൻ തുടക്കവും അവസാനം ഒരു കാര്യം പറയുവാണ്. നമ്മുടെ പ്രാർത്ഥന മാർച്ച് മാസം 31-ാം തീയതി മുതൽ യൂട്യൂബിലും മറ്റും, ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ നേരിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളെ ശുശ്രൂഷിക്കുവാനും വരുന്നുണ്ട്. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത്, ബ്രദർ നേരിട്ട് വരുന്നുണ്ടോ? ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ പ്രാർത്ഥന കേൾക്കുന്നവർ തന്നെയാണോ? മാർച്ച് മാസം 31-ാം തീയതി നമുക്ക് പ്രാർത്ഥന നടക്കുന്നത് ഇവിടെയാണ്, കൊല്ലത്താണ് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത്. കൊല്ലത്തും തിരുവനന്തപുരത്തും തൊടുപുഴയിലും നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. അപ്പൊ പ്രാർത്ഥനകളിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നവര് നിങ്ങളുടെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നേരത്തെ നിങ്ങളുടെ സീറ്റുകളെ ബുക്ക് ചെയ്യുക. സീറ്റ് ബുക്ക് ചെയ്യാമെന്ന് ഫ്രീ ആണ്. വീണ്ടും പറയുന്നു, നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. കണ്ണൂര് 31-ാം തീയതി, കണ്ണൂര് കണ്ണൂര് 31-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ 1:30 വരെ, മാക്സിമം 2 മണി വരെ നമ്മുടെ പ്രാർത്ഥനയുണ്ട്. കണ്ണൂരും കണ്ണൂരിന്റെ ഭാഗത്തുള്ളവരും ഒക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാഹചര്യമുള്ളവർ, നിർബന്ധമില്ല, ഹൃദയത്തിൽ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഒരു നിർബന്ധം ബ്രദറെ വരാൻ എനിക്ക് ആഗ്രഹമുള്ളവർ ചാടി പോരുക. നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വെർച്വൽ മീറ്റിംഗ് അല്ല, നേരിട്ടുള്ള മീറ്റിംഗ് ആണ്.
അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അതിൻ്റെ സ്ഥലങ്ങൾ, ഹോൾ ഏതാന്നുള്ളത്. IMA ഹോളാണ്, കണ്ണൂര്. അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പ്രെയർ ലൈൻ നമ്പറിൽ വിളിച്ചു വെക്കാൻ സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സീറ്റുകളെ ബുക്ക് ചെയ്യേണ്ടതാണ്. ഫ്രീ ആണ്. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ. പിന്നെ അടുത്തത് നമുക്ക് തിരുവനന്തപുരത്ത് ഇതുപോലെ തന്നെ 6-ാം തീയതി, അതായത് ഏപ്രിൽ മാസം 6-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10:30 മുതൽ 1:30 വരെ തിരുവനന്തപുരത്ത് പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് വന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിൽ പങ്കുചേരാം. പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ്, ദൈവത്തിൽ നിന്ന് ഒരു ആലോചന കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവര് പ്രാർത്ഥനയോടെ വരണം. ഓടി വരരുത്, ഒരുക്കത്തോടെ വരണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. ഒരത്ഭുതം ആഗ്രഹിക്കുന്നവർ വാ. യേശുവിനകത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ വാ. യേശു രോഗികളെ കൂട്ടിക്കൊണ്ട് വരണം. കർത്താവോടെ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ ചെയ്യും. യേശു അത്ഭുതം ചെയ്യും. അതുകൊണ്ട് ഈ 2 മീറ്റിംഗ്, പിന്നെ തൊടുപുഴയിലെ ഹോള് റെഡി ആയിട്ടില്ല. തൊടുപുഴയുള്ള സഹോദരങ്ങളെ, മനോജ് ബ്രദറുണ്ട്, ബാക്കി സഹോദര തൊടുപുഴക്കാരെല്ലാവരും ഉണ്ട്. നമുക്കൊരു ഹോള് അന്വേഷിക്കുക. ഈ ആഴ്ച തന്നെ നമുക്കൊരു ഹോള് വേണം. തൊടുപുഴയിലാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരത്ത് തൊട്ട് നമുക്ക് പാട് വന്നില്ല, കണ്ണൂർ കിട്ടാൻ പാട് വന്നില്ല, തൊടുപുഴയിലാണ് ഇത്രയും താമസം വന്നത്. അപ്പോൾ തൊടുപുഴയിൽ ഈ ആഴ്ച തന്നെ നമുക്കൊരു 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന, 100-150 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഹോള്, പറഞ്ഞ ആൾക്കാരുടെ എണ്ണം വെച്ചാണ് ഞാൻ ഈ ഹോളുകൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾ സീറ്റുകൾ വിളിച്ച് പറയണം. അതിൽ കൂടുതൽ നമ്മൾ ഹോൾ അതനുസരിച്ചാണ് ബുക്ക് ചെയ്യുന്നത്. കൂടുതൽ വന്നു കഴിഞ്ഞാൽ വെളിയിൽ നിൽക്കേണ്ടി വരും. ആമേൻ, കേട്ടോണം. അതുകൊണ്ട് വിളിച്ചു പറയുക, സീറ്റുകളെ ബുക്ക് ചെയ്യുക. വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടക്കാൻ ഇടയായിത്തീരും. ഈ ആഴ്ച തന്നെ തൊടുപുഴക്കാർ മനോജ് ബ്രദർ ഉണ്ട്. നിങ്ങൾ മനോജ് ബ്രദറെ ബന്ധപ്പെടുക. മനോജ് ബ്രദർ ഒന്ന് കാണുന്നതായിരിക്കും ഹോള്. നിങ്ങൾക്ക് പരിചയമുള്ള, പ്രാർത്ഥനയ്ക്ക് സാഹചര്യങ്ങളുള്ള, നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു ഹോള് അന്വേഷിക്കുക. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇത് ഞാൻ തുടക്കത്തിലും പറയും, പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്കോ എപ്പോൾ പറയും. കാര്യം ഇത് ആളുകൾ അറിയണം, യേശുവിൻ്റെ പ്രവർത്തികളെ കാണണം. ദേശത്തെ വിടുവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗത്തിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. അവസാന ഭാഗമാണ്. എന്തുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ. അപ്പൊ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ദേഹം, ദേഹി, ആത്മാവ്, 3 ഭാഗങ്ങൾ ഒരു വിശ്വാസിക്കുണ്ട്. 3 ഭാഗങ്ങൾ നോക്കിയോണം. 3 ഭാഗങ്ങൾ ഒരു വിശ്വാസിക്കുണ്ട്. ദേഹം, ദേഹി, ആത്മാവ്. ഇവിടെ ആത്മാവിന് മാത്രമേ നമുക്ക് വീണ്ടെടുപ്പ് വന്ന്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാവിനാണ് വീണ്ടെടുപ്പ് സംഭവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ മരിച്ചവർക്ക് എന്ത് സംഭവിക്കും? രൂപാന്തരം സംഭവിക്കും. ജീവനോടെ ശേഷിക്കുന്ന നാമോ രൂപാന്തരപ്പെടും. യേശുവിന്റെ വരവിലാണിത് സംഭവിക്കുന്നതെങ്കിലും യേശുവിന്റെ വരവിന് മുമ്പും ഇത് സംഭവിക്കാം. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഈ തേജസ് കർണം സംഭവിക്കും. കാര്യം ഹാനോക്കിന്റെ കാലഘട്ടത്തിൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാര്യം ഹാനോക്ക് ശരീരത്തോടു കൂടെ എടുക്കപ്പെട്ടു ദൈവസന്നിധിയിൽ. പാപമുള്ള ശരീരത്തിന് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, പക്ഷെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് അങ്ങോട്ട് കയറാൻ പറ്റും. ഹാനോക്കിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച അങ്ങനെ പല വിശുദ്ധന്മാരും കർത്താവിന്റെ സന്നിധിയിൽ പഴയ നിയമത്തിൽ പോയിട്ടുണ്ട്. ആമേൻ. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലോസ് വെക്കാൻ കാരണം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ആദ്യം മനസ്സിലാണ്, രക്ഷിക്കപ്പെട്ട് കയറിക്കഴിഞ്ഞാൽ, ഒരു സഭയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഓർത്തോണം, നിങ്ങൾ ശിശുക്കളാണ്. ശിശുവിനെ കൊണ്ടുള്ള ഗുണം ഞാൻ പറഞ്ഞു തരാം. ശിശുവിനെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുഞ്ഞു കുഞ്ഞ് കല്ല് വെറുക്കാനും കുഞ്ഞു കുഞ്ഞ് പേപ്പർ എടുത്ത് മറിച്ചിടാനും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ ശിശുവിനെ കൊണ്ട് കഴിയത്തുള്ളൂ. ശ്രദ്ധിച്ചോണെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്ന വിശ്വാസി ശിശുവാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, ശിശുവായിരിക്കുന്നിടത്തോളം കാലം അവകാശി യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ വിശേഷത ഉള്ളവനല്ല. കണ്ടോ? അപ്പൊ ശിശു ഭയങ്കര വലിയ, അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മോൻ 1 വയസ്സേ പ്രായമുള്ളൂ, വീടിന്റെ മുമ്പിൽ വില കൂടിയ കാറുകൾ, കൊട്ടാരം, സ്വർണം എല്ലാം ഉണ്ട്, പക്ഷെ ഗുണമില്ല. ഇതുപോലെയാ വിശ്വാസി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസി ശിശുവാണ്. അപ്പൊ എന്റെ ചോദ്യം, ശിശുവിന് വളർച്ചയുണ്ടോ? ഉണ്ട്. ശിശുവിന് വളർച്ചയുണ്ട്. വളർച്ച മുരടിച്ചു പോകാനും സാധ്യതയുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോണേ, നമ്മുടെ ശരീരത്തില് വീണ്ടെടുപ്പ് ദേഹത്തിനും ദേഹിക്കും, അതായത് മനസ്സിനും ശരീരത്തിനും വീണ്ടെടുപ്പ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഈ ആകുല ചിന്തകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, എല്ലാവിധമാകുന്ന ടെൻഷനുകൾ, ഇതെല്ലാം വരുന്നതിൻ്റെ കാരണം ഈ ശരീരത്തിനും മനസ്സിനും വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടില്ല. അപ്പൊ ശരീരത്തിൽ പലപ്പോഴും വിശ്വാസിക്ക് രോഗങ്ങൾ, വേദനകൾ വരാൻ കാരണം
പലരും പറയാറുണ്ട് എന്തുകൊണ്ട് ഇത് വരുന്നു, കാരണം പറഞ്ഞു തരാം. വിശ്വാസി പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കിന്ന് അതിലേക്കൊന്ന് പോകാൻ വേണ്ടി പോവാണ്. ഞാൻ വേഗത്തിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂസ് പറയാൻ പറ്റത്തില്ല, സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ 2 ക്ലാസ്സുകൾ നമുക്ക് മിസ്സായി. പിന്നീട് എപ്പോഴെങ്കിലും ഞാനത് റീസ്റ്റോർ ചെയ്യാൻ കർത്താവിൽ ശ്രമിക്കാം. ആ 2 ക്ലാസ്സുകൾ. കാര്യം ഈ ഓരോ ക്ലാസ്സിന്റെ അകത്തും ഓരോ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥന കൂടുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിന്റെ ഓരോ പ്രത്യേക അഭിഷേകത്തിന്റെ സ്വാധീനങ്ങളുണ്ട്. ഇന്നലത്തെ സ്വാധീനമല്ല ഇന്ന് വെളിപ്പെടുന്നത്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാനത് വീണ്ടും ഒന്നും കൂടെ അത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആ 2 പാർട്ടുകൾ മിസ്സായത് പ്രാർത്ഥിക്കുക, സമയം അനുസരിച്ച് അത് പാർട്ട് ഫില്ല് ചെയ്യാം. ഞാൻ അതിലേക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. തുടങ്ങുന്നത് നമ്മൾ എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഏത് വചനത്തിൽ നിന്ന് ആദ്യം ആരംഭിച്ചത് ഓർമ്മയുണ്ടോ? ഏത് വചനം പറഞ്ഞ തുടങ്ങിയത്? ആദ്യത്തെ പാർട്ടിൽ ഏത് വാക്യത്തിൽ നിന്ന് ആരംഭിച്ചത് പറഞ്ഞു? ലൂക്കോസ് ആ 8:18. ഏതായിരുന്നു ആ വാക്യം? 8:18. ആ വാക്യം ഏതായിരുന്നു? കേൾക്കുന്നതിനെ സൂക്ഷിക്കണം. ആ കേൾക്കുന്നത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. കേൾക്കുന്നത് സൂക്ഷിക്കുക. ചണ്ടപ്പുറത്ത് കോൽ കുത്തുന്നിടത്ത് എല്ലാം പോകരുതേ. കേൾക്കുന്നത് സൂക്ഷിക്കുക. ആമേൻ. ഇവിടെ നമ്മൾ തുടങ്ങുവാണേ. ഇതിന്റെ ലാസ്റ്റ് പാട്ടാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. സങ്കീർത്തനം 119 സങ്കീർത്തനത്തിന്റെ 105 വാക്യത്തിലേക്ക് ഇന്ന് പോവുകയാണ്. അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അവിടെ കാണാൻ പറ്റും. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. എൻ്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കണമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടതയിലായിരുന്നു. യഹോവ നിന്റെ വാഗ്ദത്ത പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവ എൻ്റെ വായുടെ സുമേധങ്ങളിൽ പ്രസാദിക്കണമേ. നിന്റെ വിധികളിൽ എനിക്ക് ഉപദേശിച്ച് തരണമേ. നോക്കിക്ക്, ഇവിടെ മഹാകഷ്ടതയിലായിരുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയുടെ വാഗ്ദത്ത പ്രകാരം അഥവാ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ആദ്യം പറയുന്നു, ദൈവത്തിന്റെ വചനം എനിക്ക് കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് അതൊരു പ്രകാശമാണ്, എൻ്റെ വഴിക്ക്, എൻ്റെ വേക്ക് അതൊരു ലൈറ്റാണ്. ഈ 2 കാര്യം മറക്കരുതേ. ഈ വാക്യം ശ്രദ്ധിച്ചോണേ. യഹോവയുടെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ മഹാകഷ്ടതയിൽ വാഗ്ദത്തം കൊണ്ട് എന്നെ ജീവിപ്പിക്കും. അപ്പോൾ ഒരു വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബൈബിൾ വചനങ്ങൾ ലഭിക്കും. ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, ഈ വചനം നിങ്ങൾക്ക് വിശ്വസിക്കുവാനുള്ളൊരു കൃപ വേണം. ശ്രദ്ധിച്ചോണേ, വചനത്തെ വിശ്വസിക്കുവാനുള്ള കൃപയുണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുന്നവരിലൂടെ അത്ഭുതങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഞാൻ നേരെ സ്കിപ്പ് ചെയ്തൊരു വാക്യത്തിലേക്ക് പോവാണ്. പരിചിതമായ വാക്യമാണ്. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 1 ആദ്യം 1 മുതൽ വാക്യം ഞാൻ വായിക്കണം. 1 മുതൽ 4 വരെ. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിപ്പിൻ. അടുത്തത് ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചന വരങ്ങളും വാഞ്ചിപ്പിൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ല, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീക വർധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനും മനുഷ്യനോട് സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധനവ് വരുത്തുന്നു. ശ്രദ്ധിച്ചോണേ, 2 കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ആത്മീക വർധനവ് എന്നൊരു പദം നിങ്ങളവിടെ കണ്ടോ? ആത്മീക വർധനവ്, സ്പിരിച്വൽ എഡിഫിക്കേഷൻ. അപ്പൊ ഒരു വിശ്വാസി, ഞാൻ ആദ്യം പറഞ്ഞു, ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ വിശേഷത ഉള്ളവരല്ല. അപ്പൊ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ശിശുക്കളാണ്. വേണമെങ്കിൽ 25 വർഷമോ 30 വർഷമോ 50 വർഷമോ ശിശുവായി തന്നെ ഇരിക്കാം. ഈ ആത്മീയ മണ്ഡലത്തിൽ മാത്രം കിട്ടുന്ന ഗുണങ്ങളാണ്. എപ്പോഴും ശിശുവായിട്ടിരിക്കാൻ പറ്റും. പറഞ്ഞാട്ടെ, എപ്പോഴും ശിശുവായിട്ടിരിക്കാൻ പറ്റുമെന്ന് പറ. എപ്പോഴും ശിശുവായിട്ടിരിക്കാൻ പറ്റും. ലോകത്തിൽ എങ്ങും പറ്റത്തില്ല ഒരിക്കലും നമുക്ക് ശിശുവായിരിക്കാൻ. ആത്മമണ്ഡലത്തിൽ മാത്രം നമുക്ക് ശിശുവായിട്ടിരിക്കാൻ പറ്റും.
ആത്മമണ്ഡലത്തിൽ മാത്രം ശിശുവിനെ പോലെ ഇരിക്കാൻ പറ്റും. ഒരിക്കലും വളർച്ചയില്ലാത്ത ഒരു കുഞ്ഞിനെ പോലെ എല്ലാ കാര്യം. പക്ഷെ തീരുമാനിക്കണം, എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് ശിശുവല്ല, എനിക്ക് കർത്താവിൻ്റെ വചനം പോലെ ഇന്ന് മെച്യൂരിറ്റി ഉള്ള വ്യക്തിയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഒന്നാമതായിട്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ, ഞാൻ ഈ മുകളിലത്തെ പ്രവചനത്തിലേക്ക് വരുന്നുണ്ട്, അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു. ആദ്യത്തെ വാക്ക് കേട്ടോണേ. സങ്കീർത്തനം 119:5 പറയുന്നു, 119:7 പറഞ്ഞു, ഞാൻ മഹാകഷ്ടത്തിലായിരുന്നു, യഹോവയുടെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ ആദ്യം പറഞ്ഞു, വചനം എന്ന് പറയുന്നത് വിശ്വാസവും കൂടെ ചേരുമ്പോഴേ അത്ഭുതം ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ പറയുന്നു, ബ്രദറെ ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട് ബ്രദറെ, പക്ഷെ അത്ഭുതം നടക്കുന്നില്ല. എത്ര പേർക്ക് അങ്ങനെ ഒരു പരാതിയുണ്ട്? വചനം പറയുന്നുണ്ട്, പക്ഷെ അത്ഭുതം എന്ത് ചെയ്യുന്നില്ല? അങ്ങനെ വചനം പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോണേ, വചനം പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ നോക്കി സങ്കീർത്തനക്കാരൻ മഹാകഷ്ടത്തിലായിരുന്നു, യഹോവയുടെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണം. അപ്പം യഹോവയുടെ വചനത്തിന് കഷ്ടങ്ങളിൽ നിന്നും നമ്മളെ ജീവിപ്പിക്കുവാൻ കഴിയും. പക്ഷെ നിങ്ങൾ പറയുന്നത്, ഞാൻ ബ്രദറെ വചനമൊക്കെ പറയുന്നുണ്ട്, ഒത്തിരി വചനം പറഞ്ഞു അവസാനം വചനം പറഞ്ഞ് മടുത്തു, 100 ബൈബിള് മാറി, പക്ഷേ എൻ്റെ വിഷയത്തിൻ്റെ അകത്തൊരു പ്രവൃത്തി നടക്കുന്നില്ല. ഇനി യൂദായുടെ ലേഖനം, ഒറ്റ പുസ്തകമുള്ള യൂദായ്ക്ക്, അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിക്കൊണ്ട് തന്നെ. നോക്കി, ഇവിടെ ഒരു വാക്ക് കണ്ടോ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം, മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തി. ആ വാക്ക് നോക്കിക്കോണേ, അവിടെ വാക്കിങ്ങാണ്, ആൻഡ് ബിലവഡ് ബിൽഡിംഗ് അപ്പ് യുവർ സെൽഫ്. കണ്ടു, നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ബിൽഡിംഗ് അപ്പ്, നിങ്ങളെ തന്നെ പണിതെടുക്കണം, നിങ്ങളുടെ വിശ്വാസത്തെ പണിതെടുക്കണം. കണ്ടോ? അപ്പൊ വിശ്വാസം എന്നത് ഓരോ ദിവസവും പണിയപ്പെടുന്നതാണ്. ഇന്നലെ ഉണ്ടായിരുന്ന വിശ്വാസം വെച്ചുകൊണ്ട് ഇന്നും നടക്കത്തില്ല. ഇന്നലകളിലെ വിശ്വാസം കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല മുന്നോട്ട്. വിശ്വാസം ബിൽഡ് ചെയ്യണം. നോക്കിയ വാക്ക് കണ്ടോ? ആ വാക്ക് ശ്രദ്ധിച്ച് നോക്കിയേ, ദ ബിലവഡ് ബിൽഡിംഗ് അപ്പ് യുവർ സെൽഫ് ആൻഡ് ഓൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ഹല്ലേലൂയ, മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ഈ വിശ്വാസത്തെ ബിൽഡ് ചെയ്തെടുക്കുവാൻ, വിശ്വാസത്തെ ബിൽഡ് ചെയ്ത് കയറ്റുവാൻ നമുക്ക് എന്താവശ്യമാണ്? ആത്മാവിൽ. നോക്കാം വാക്കുകൊണ്ടോ, പ്രേയിങ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവിൽ പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്തെടുക്കുക. ഹല്ലേലൂയ. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വാക്യത്തിൽ കേട്ടു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു. ഇവിടെയും സെയിം പദമാണ്, ബിൽഡിംഗ് അപ്പ്. നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്യുക, നിങ്ങളെ തന്നെ ആത്മീകമായി വളർത്തുകയാണ്. ആമേൻ. അപ്പൊ ഒരു വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് വചനമെല്ലാം കാണാപ്പാഠം പഠിച്ചിട്ട് വചനം പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് വചനത്തിന്റെ അകത്തൊരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തിന്റെ അകത്ത് വർധനവുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടില്ല. ഇത് വീണ്ടെടുക്കാത്തത് കൊണ്ട് നമ്മൾ വചനം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ കണ്ണുനീരും പ്രയാസവും ദുഃഖവും അവിശ്വാസവും പെറുപെറുപ്പും വേദനയും ദുഃഖവും എല്ലാം കയറി നിറയും. കാര്യം ശരീരത്തിന് കണക്ഷൻ മൊത്തം ലോകവുമായിട്ടാ, ഇതിന്റെ ബന്ധം മൊത്തം ലോകവുമായിട്ടാ, ഇതിന് കണക്ഷൻ മൊത്തം ലോകവുമായിട്ട്. നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ തന്നെ അവിടെ മുതൽ ഭാരം തുടങ്ങും. ദൈവം എങ്ങനെ ഈ മാസത്തെ ലോൺ അടയ്ക്കും, എങ്ങനെ ഈ മാസം വാടക കൊടുക്കും, എങ്ങനെ ഈ മാസത്തെ ജീവിത ചെലവുകൾ ഉന്തി നീക്കും, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, ഇങ്ങനെ കുറേ ചിന്തകളുണ്ട്. എന്നാൽ നിങ്ങൾ കുറെ നേരം വചനം പറയുക, യഹോവ ഈരേ, യഹോവ ഈരേ, യഹോവ ഈരേ, യഹോവ ഈരേ. ഈ വചനം പറയുമ്പോൾ ഈ വചനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫെയ്ത്ത് ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസം നമ്മളിൽ നിന്ന് ഉണ്ടായി വരികയാണ്. നിങ്ങളെ വാക്കുകൊണ്ട് ബിൽഡിംഗ് അപ്പ്, വിശ്വാസത്തെ ബിൽഡ് ചെയ്തെടുക്കുക. വിശ്വാസത്തെ ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? എന്താ അവിടെ യൂദാ ലേഖനം പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ
ഒന്ന് പറ, എന്താ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? പണിയണം. എങ്ങനെ? ആ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധയാത്മാവിൽ പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് അവിടെ ബിൽഡിംഗ് അപ്പായി മാറും, ബിൽഡ് ചെയ്യും. കണ്ടോ? അപ്പൊ ഞാൻ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ വിശ്വാസത്തിന്റെ അകത്തൊരു വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇനി കേട്ടോണം, ഈ വിശ്വാസത്തിന്റെ അകത്ത് വർധന ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. ഉദാഹരണം പറയാ, നിങ്ങളിങ്ങനെ നിർത്താതെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു, നിർത്താതെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങളുടെ മനുഷ്യൻ ഇങ്ങനെ ആത്മീക വർധനവുണ്ടാകുക. പക്ഷേ ഈ ഉണ്ടായ ആത്മീക വർധനവ് റിസൾട്ട് ആകണമെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്ത് ചെയ്യണം? നിന്റെ വചനം എൻ്റെ കാലിന്റെ ദീപവും എൻ്റെ പാതയ്ക്ക് അതൊരു പ്രകാശമാണ്. എനിക്ക് മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് കയറണമെങ്കിൽ, എനിക്കൊരു ബ്ലെസ്സിങ്ങിലോട്ട് കയറണമെങ്കിൽ എനിക്ക് അന്യഭാഷ മാത്രം പോരാ, വചനവും കൂടെ ആവശ്യമാണ്. ആമേൻ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ വിശ്വാസ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുമ്പോ തന്നെ ശിശുവാണ്. ഈ ശിശുവിന് വളരണമെങ്കിൽ എന്താവശ്യമാണ്? വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. ഈ വചനം പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമുണ്ട്, വിശ്വാസം വേണ്ടേ? വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നത്? കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. ഓക്കെ, ഈ വിശ്വാസം പണിയപ്പെടുന്നില്ലെങ്കിലോ? ഈ വിശ്വാസം പ്രവർത്തിക്കണമെങ്കിൽ ഇന്നർ മാന്റെ സ്ട്രെങ്ത് ആവശ്യമാണ്, അകത്ത മനുഷ്യൻ. പലരും പറയും, ബ്രദറെ ഞാൻ മണിക്കൂറുകൾ അന്യഭാഷ പ്രാർത്ഥിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, എത്ര നേരം നിങ്ങൾ വചനം പറയും. അവിടെയാ പ്രശ്നം. വചനവും അന്യഭാഷയും ഒരേപോലെ മിക്സ് ചെയ്ത് പോണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹം മൊത്തവും ലോകവുമായിട്ട് ചേരാൻ വേണ്ടിയാ, ലോകത്തോട് ചേരാൻ വേണ്ടിയാ. ഈ ലോകത്തോട് അനുരൂപരാകാതെ, എഫെസ്യ ലേഖനം പറയുന്നു, ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും തിരുഹിതം ഇന്നും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. കണ്ടോ? മനസ്സ്, ആ വാക്ക് കണ്ടോ? മനസ്സ്. ഞാൻ പറഞ്ഞല്ലോ, ദേഹം, ദേഹി, ആത്മാവ്. ഈ മനസ്സിന് രൂപാന്തരം വരുന്നില്ല. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിച്ച് കഴിഞ്ഞങ്ങോട്ട് അടുക്കളോട്ട് കയറുമ്പം എല്ലാം ചോർന്നു പോകും. പ്രാർത്ഥനയ്ക്ക് എല്ലാം പോയി അങ്ങ് ആരാധിച്ച് ഭയങ്കര അഭിഷേകമൊക്കെ കേട്ട്, ദൂതുമൊക്കെ കേട്ട്, പ്രവചനമൊക്കെ കേട്ട് അവിടെ നമ്മൾ തുള്ളിച്ചാടി ആരാധിച്ച് വീട്ടിലോട്ട് മടങ്ങി ബസ്സിൽ കയറുമ്പോൾ മുതൽ എല്ലാം അങ്ങ് ചോർന്നു പോകുക. അതിന്റെ കാരണം നിങ്ങളുടെ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ബിൽഡ് ചെയ്യുന്നില്ല, അവിടെ സ്റ്റക്കായിപ്പോയി. ഹല്ലേലൂയ. ഈ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ബിൽഡ് ആകണമെങ്കിൽ എന്തെനിക്ക് ആവശ്യമാണ്? ഒന്ന്, എൻ്റെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് വചനമാണ്. എൻ്റെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് വചനത്തിലുള്ള വിശ്വാസമാണ്. എൻ്റെ മുന്നോട്ടുള്ള വചനത്തിലെ വിശ്വാസം തീരുമാനിക്കുന്നത് എൻ്റെ മനുഷ്യന്റെ സ്ട്രെങ്ത് ആണ്. കണ്ടു? ഹല്ലേലൂയ. ശരീരത്തെ അതുകൊണ്ടാണ് മോർട്ടിഫൈ ചെയ്യാൻ പറയുന്നത്. റോമാലേഖനം 8 വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ ക്രൂശിക്കുക, മോർട്ടിഫൈ ചെയ്യുക, അതിനെ കൊല്ലുക എന്നാണ് വചനം പറയുന്നത്. മോർട്ടിഫൈ ചെയ്യുക. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം, എബ്രായ ലേഖനം 5 വാക്യത്തിന്റെ ഈ 12 വാക്യം നോക്കിയാൽ മതി. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടക്കർമായിരിക്കേണ്ട നിങ്ങൾ ദൈവത്തിന്റെ അരുളിപ്പാടും ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമായിരിക്കുന്നു. കട്ടിയായിട്ടുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരത്രേ, അവർ ശിശുവല്ലോ. കണ്ടോ? ശിശുവല്ലോ. ഈ ശിശുക്കളാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ നാമത്തിൽ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിത്യതയെ പോകാൻ വേണ്ടിയുള്ളവരാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇതും തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. പേടിച്ച് നിത്യതയെ പോകുമെന്ന് വെച്ച് ഞാൻ പറയോ, ഞാനങ്ങളൊന്നും പോകത്തൊന്നുമില്ല, ആരൊക്കെയോ പോകും, അവർക്കും ഉറപ്പില്ല. എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും പ്രസംഗം നിത്യതയായിരിക്കും. ശ്രദ്ധിച്ച്, എന്നാൽ നിത്യതയെ പോവാന്ന് വെച്ചാൽ അതിന് ഉറപ്പുമില്ല. മനസ്സിലാവും? നിത്യത വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ചോണേ. നിത്യജീവനെ അവകാശമാക്കിയ നിങ്ങൾ ഇനിയും വളരണം. ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. നിത്യജീവൻ പ്രാപിച്ച നിങ്ങൾ ഭൂമിയിൽ വാഴുന്നവരാണ്. രാജകീയ പൗരോഹിത്യ വർഗമാണ് നിങ്ങൾ. ശിശുവിന് ഒരിക്കലും രാജാവാകാൻ കഴിയത്തില്ല, അറിയാവോ? രാജകുടുംബത്തിൽ ജനിച്ചുകൊണ്ട് കാര്യമില്ല. ശിശുവാണോ, വാഴ്ച നടക്കത്തില്ല.
വളരണം. ഇവിടെ പറയുന്നു കട്ടിയായിട്ടുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയ ജയമുള്ള പ്രായം തികഞ്ഞവർക്ക് പറ്റത്തുള്ളൂ. അപ്പൊ എക്സസൈസ് ചെയ്യുന്നവരാകണം. നോക്കിയേ, എന്ത് ചെയ്യുന്നവരായിരിക്കണം? എക്സസൈസ് ചെയ്യുന്നവരാകണം. ദൈവത്തിന്റെ വചനങ്ങളെ ഇട്ട് ആ വചനത്തെ പിടിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന ജീവിതമാണ്. നോക്കിയ വാക്ക് നോക്കിയ എബ്രായത്തിൽ വാക്യം പറയുന്നു, എക്സസൈസ് ടു ഡിസേണിംഗ് ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ. നിങ്ങൾ എക്സസൈസ് ചെയ്യണം നന്മ തിന്മകളെ തിരിച്ചറിയേണ്ടതിന്. നിങ്ങളെ തന്നെ കർത്താവിന്റെ വചനത്തിൽ എക്സസൈസ് ചെയ്യുന്നവരാകണം. ഈ സമയത്ത് മ്യൂട്ട് മാറ്റി കളിക്കരുത്. നിങ്ങൾ മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്ത്, ഡിസ്റ്റർബൻസ് ഉള്ളവര്, പ്രാർത്ഥനയ്ക്ക് കയറാൻ പറ്റാത്തവരെല്ലാം ചാടിപ്പുറത്ത് ഈ കോസ്റ്റാക്കി നിൽക്കുന്നവരെ, അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് ഈ സമയത്ത്. സെലീൻ വർഗീസ് നാരിയാപുരം സഹോദരിയോടാണ്. ആമേൻ. നോക്കിക്കേ, കട്ടിയായിട്ടുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയ ജയത്തിനായി പ്രായം തികഞ്ഞവരുണ്ട്. വളരണം. ഇനി നോക്കിക്കോണം, അന്യഭാഷയുടെ പ്രാധാന്യം പറഞ്ഞാൽ സഭയെല്ലാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ഇനി ഞാൻ പറയാം, സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിൻ. ആത്മീയ വരങ്ങളിൽ വിശേഷാൽ പ്രവചന വരത്തിന് വേണ്ടി വാഞ്ചിക്കണം. പ്രവചന വരത്തിന്റെ പ്രത്യേകത ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന വരവാണ് പ്രവചന വരം. പ്രവചന വരത്തിന് വരവും വാഞ്ചിപ്പിൻ. പ്രവചന വരത്തിന്റെ പ്രത്യേകത അടുത്ത വാക്യത്തിൽ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. 4-ാം വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു. ബിൽഡിംഗ് അപ്പ്, നിങ്ങളെ തന്നെ പണിയുന്നു, എഡിഫിക്കേഷൻ നടക്കുന്നു. ഇനി ഞാൻ എങ്ങനെ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ അന്യഭാഷ പറയുകയാണ്, ഞാൻ അന്യഭാഷ പറയാവേ. അന്യഭാഷ പറയുക. ഈ അന്യഭാഷ പറയുമ്പോൾ എൻ്റെ ആത്മാവ് പയ്യെ പയ്യെ എഡിഫിക്കേഷൻ സംഭവിക്കും, വളരുക. പക്ഷെ വളർന്നത് കൊണ്ട് കാര്യമില്ല. എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എൻ്റെ പാതയ്ക്ക് പ്രകാശം വചനമാണ്. കണ്ടോ, എനിക്ക് അടുത്തൊരു സ്റ്റെപ്പ്. ഇപ്പം ഇരുട്ടിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, ഇടത്തോട്ട് പോയാൽ ശവക്കോട്ട, വലത്തോട്ട് പോയാൽ കുളം, നേരെ പോയാൽ വഴി, കൂരിരുട്ട, എങ്ങനെ മനസ്സിലാവും? ഒന്ന് പറയാൻ പറ്റുമോ? ഇടത്തോട്ട് പോകണം, വലത്തോട്ട് പോകണം, നേരെ പോകണം, ഏതാ നിങ്ങളുടെ വഴി? എങ്ങനെ മനസ്സിലാവും? വെളിച്ചം. എന്ത് വെളിച്ചം? ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യും? ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിന്റെ ടോർച്ച് തെളിക്ക് മനസ്സിലാവും ഇടത്തോട്ട് ശവക്കോട്ടയാണ്, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. വലത്തോട്ട് വലിയ കുളമാണ്, അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ നോക്കുമ്പോൾ ടാറിട്ട് നേരെ റോഡ്. അതാണ് എൻ്റെ വേ. കണ്ടോ? അപ്പൊ ആ വെളിച്ചം എന്നുള്ളത് അന്യഭാഷയല്ല. വെളിച്ചം എന്നുള്ളത് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ പാതയ്ക്ക് പ്രകാശം ദൈവത്തിന്റെ വചനം. കണ്ടോ? അപ്പൊ അന്യഭാഷ പറയുമ്പോൾ മുന്നോട്ട് മൂവ് ചെയ്യണമെങ്കിൽ, മുന്നോട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ വചനം ആവശ്യമാണ്. കണ്ടോ? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. അന്യഭാഷ പറഞ്ഞ ഞാൻ പറയാ, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ഞാൻ വായ്പ മേടിക്കത്തില്ല, എന്റെ വഴികൾ കർത്താവ് തുറക്കും. ഞാൻ യേശുവിനകത്ത് ജാതികൾക്ക് വായ്പ കൊടുക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. പിന്നെ ഞാൻ വചനം പറയുന്നു, അന്യഭാഷ പറയുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? എന്റെ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ബിൽഡിംഗ് അപ്പ് ആവും. ഞാൻ ഈ പറയുന്ന വചനം അത്ഭുതമായി മാറും. കണ്ടോ? എൻ്റെ ആത്മാവിൽ നിന്നും വിശ്വാസം പകരുന്ന് ഞാൻ പറഞ്ഞ വചനം അത്ഭുതമായി മാറും. അപ്പോഴാണ് ഈ മിറക്കിൾ മണിയൊക്കെ റിലീസാകുന്നത്. ശ്രദ്ധിച്ചോണം. അപ്പൊ അന്യഭാഷ പറയുന്നത് എൻ്റെ മോസ്റ്റ് ഹോളി ഫെയ്ത്തിനെ ഇൻക്രീസ് ചെയ്യുകയാണ്, ബിൽഡ് ചെയ്യുകയാണ്. ഇനി ബിൽഡിംഗ് അപ്പ് എന്നൊരു പദത്തിന്റെ കാരണം നമുക്കറിയാം. നമ്മൾ വീട് പണിയുമ്പം അടിത്തറ ഇട്ടേക്കുക. ആദ്യം നമ്മൾ വാനം മാന്തി അവിടെ എന്ത് ചെയ്യും? ഒരു തറ കെട്ടും. തറ കെട്ടി ഉടനെ ആരും പറയത്തില്ല കയറി താമസിച്ചോ എന്ന്. അവർ പറയുന്നത് വെയിറ്റ് ചെയ്യും, ബാക്കി കൂടെ പണിയേണ്ടതുണ്ട്. ഭിത്തി കെട്ടുമ്പോൾ ഉടനെ പറയും താമസിക്കാൻ പറ്റത്തില്ല, ഇത് തീർന്നിട്ട് റൂഫ് വേണ്ടി വരും. ഇതെല്ലാം കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അകത്ത് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഇതേപോലെ അനുദിനം വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത് എന്തൊക്കെ ആവശ്യമാണ്? ഈ വിശ്വാസം എന്തിനാ വർദ്ധിക്കുന്നത് അറിയാമോ? വളരാൻ വേണ്ടി.
അപ്പൊ ഒരു വിശ്വാസി പറയും, യിരെമ്യാ പ്രവാചക പുസ്തകം പറയുന്നു, യഹോവ എനിക്ക് സൗഖ്യം വരുത്തുമെന്ന് മാത്രമല്ല, യഹോവ എനിക്ക് ആരോഗ്യം വരുത്തും. എല്ലാ ദിവസവും ഈ വചനം പറയുന്നത് വിചാരിച്ചു. യിരെമ്യാവ് 33:6 സഹോദരി, ഞാൻ ആ വാക്യം ഒന്ന് എടുക്കാം. 33:6. ഇനി എങ്ങനെ അന്യഭാഷ പറയണമെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, എങ്ങനെ അന്യഭാഷ പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന്റെ ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സാമർത്ഥ്യം അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. നോക്കിക്കേ, എനിക്ക് ആരോഗ്യം വരുത്തും. യഹോവ എനിക്ക് രോഗശാന്തി തരും, യഹോവ എനിക്ക് ആരോഗ്യം വരുത്തും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു രോഗാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ ആത്മ മനുഷ്യൻ നിങ്ങളുടെ ബോഡിയുടെ മേൽ പ്രഷർ കൊടുക്കും. നോക്കിക്കേ, ഇനി ഇവിടെ ദേഹിയുടെ റോൾ എന്താണ്? ദേഹി എന്ന് പറയുന്ന സംഭവം, ദേഹം, ദേഹി, ആത്മാവ്. ഈ ദേഹിയിലാണ് വിശ്വാസം ഉണ്ടാകുന്നത്, ആത്മാവിലല്ല, ദേഹിയിലാണ്. പറഞ്ഞു തരാം. യേശു പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നത് എന്ത്? അപ്പൊ ചോദ്യം, ആത്മാവ് ഒരുക്കമുണ്ട്, പിന്നെ എന്തിനാ സംശയം വരുന്നത്? ആത്മാവ് ഭയങ്കര ഒരുക്കത്തിൽ നിൽക്കുക, പിന്നെ എന്തിനാ സംശയം വരുന്നത്? ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പൊ സംശയവും വിശ്വാസവും വരുന്ന സ്ഥലം ഹൃദയം അഥവാ മനസ്സ്. ഇതുകൊണ്ടാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ പറയുന്നത്. നമ്മൾ ഈ വചനം പറയുമ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ നിരാശ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? വചനം പറയുമ്പോഴും സങ്കടം വരിക, വചനം പറയുമ്പോഴും ഭയങ്കര പ്രയാസവ, വചനം പറയുമ്പോഴും ടെൻഷൻ വരിക. ഉണ്ട്. അതിന്റെ കാരണം എന്നറിയാവോ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്തത് കൊണ്ടാണ്. ഇവിടെ നാവ് കൊണ്ട് പറയുന്നുണ്ട്, ആത്മാവ് ഒരുക്കമുണ്ട്, പക്ഷെ മനസ്സ് സ്റ്റക്കായി നിൽക്കുക. മനസ്സും കൂടെ പുഷ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശിഷ്യന്മാർ, കർത്താവ് എന്തുകൊണ്ട് ഞങ്ങളെ കൊണ്ട് അത് കഴിയുന്നില്ല? കണ്ടോ, ഞങ്ങൾ ആ രോഗീനെ കറക്കി കുത്തി മറിച്ച് നോക്കിയിട്ട് സൗഖ്യമാകുന്നില്ല. യേശു പറയും, ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഒറ്റ തൊടല് അവൻ സൗഖ്യമായി. ശിഷ്യന്മാർ പറയും, കർത്താവ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? യേശു പറഞ്ഞു, അവിശ്വാസം നിമിത്തമത്രേ. എങ്ങനെ കർത്താവ് വിശ്വാസം ഉണ്ടാകുന്നത്? കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. നേരം വിളക്കുന്ന പോലെ വൈകുന്നേരം വരെ ബദറെ ഞാൻ വചനം കേൾക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് വിശ്വാസം വരാത്തത്? ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം വരുന്നുണ്ട്, വിശ്വാസം ചോർന്നു പോവുകയാണ്. തെളിവ് ഞാൻ പറയാം. എബ്രായ ലേഖനം 4-ാം വാക്യം, കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട്. കണ്ടോ, അപ്പൊ കേൾക്കുന്നുണ്ട് ഭയങ്കര വചനം, പക്ഷെ വിശ്വാസമായി മാറുന്നില്ല, ചോർന്നു പോവുക. ഇതാണ് യേശു പറഞ്ഞത്, ദുഷ്ടൻ വന്ന് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തോണ്ട് പോകുന്നു. ആമേൻ. അതിന്റെ കാരണം മനസ്സിലായോ? ഹൃദയത്തിൻ്റെ അകത്ത് വിശ്വാസം വരാതിരിക്കുമ്പോൾ ആകുല ചിന്തകളാലും ഈ ലോകത്തിന്റെ ചിന്തകളാലും വചനത്തെ ഞെരുക്കി, ഇതാണ് ദുഷ്ടൻ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. കണ്ടോ, എടുത്തുകൊണ്ട് പോവുക. അപ്പൊ മനസ്സിന്റെ അകത്ത് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അത് ബിൽഡ് ചെയ്തെടുക്കണം. വിശ്വാസി ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 1 മണിക്കൂറെങ്കിൽ, അതാണ് യേശു പറഞ്ഞത്, എൻ്റെ കൂടെ 1 നാഴിക പോലും, 1 hour എന്ന് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലയോ? 1 hour. ഒരു ദിവസം 1 മണിക്കൂർ അന്യഭാഷ പറയണം. അതിൻ്റെ അകത്ത് വചനം കൂടെ ചേർത്ത് അന്യഭാഷ പറയണം. നമ്മൾ പറയത്തില്ലേ, ഈ മരുന്ന് കഴിക്കുമ്പോൾ അതും കൂടെ ചേർത്ത് കലക്കി കുടിക്കണമെന്ന്. മിക്സ് ചെയ്യണം 1 മണിക്കൂർ ദിവസവും. അത് കൂടുതലായാൽ ഒരു കുഴപ്പമുണ്ടോ? കൂടുതലായ കൂടുതൽ വളരും, കുറഞ്ഞു പോയാൽ അത്രയേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ, ഇപ്പൊ നിങ്ങൾ പറയുകയാണെ, എനിക്ക് ആരോഗ്യവും രോഗശാന്തിയും വരും എന്നും പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറയുമ്പോൾ ആരോഗ്യം വരും. കണ്ടോ, എന്തുകൊണ്ട് വിശ്വാസിക്ക് രോഗം വരുന്നു? ഇപ്പൊ മനസ്സിലായോ? വിശ്വാസിയുടെ ശരീരം മിളുക്കപ്പെടാത്തത് കൊണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം? മോർട്ടിഫൈ ചെയ്യണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ഏതാണ് വാക്യം? റോമാലേഖനം 8-ാം വാക്യത്തിൽ യേശുക്രിസ്തു പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്യമുണ്ട്, നമ്മൾ ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഹല്ലേലൂയ. നോക്കിക്കേ, പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു
ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. എങ്ങനെയാ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാ ജീവിപ്പിക്കുന്നെന്ന്. മർത്യ ശരീരങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തെ ജീവിപ്പിക്കും, മോർട്ടിഫൈ ചെയ്യും. രോഗമില്ലാത്തൊരു ജീവിതമുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആദിമ പെന്തക്കോസിന്റെ ഒക്കെ ആരംഭത്തിൽ പിതാക്കന്മാർ ഒരു മരുന്ന് പോലും, ഒരു പാരസെറ്റാമോൾ പോലും കഴിക്കാതെ, ഒരു വിക്സ് പോലും തൂക്കാതെ അവർ ജീവിച്ചിട്ടുണ്ട് ആരോഗ്യത്തോടെ. കാരണം അവർക്ക് ഇന്നത്തെ പെന്തക്കോസിനല്ല എന്നെ പറഞ്ഞു കേട്ടോ, പിതാക്കന്മാരുടെ കാര്യം പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഇപ്പൊ നമ്മുടെ മർത്യ ശരീരത്തിലോട്ട് ജീവൻ വരുന്നില്ല, അത് ബ്ലോക്കായി കിടക്കുക. ദേഹിയിൽ ഇത് ബ്ലോക്കായി കിടക്കുക. ദേഹിയിൽ നിന്നാണ് ദേഹത്തിലോട്ട് വരുന്നത്. ദേഹിയിലാണ് അവിശ്വാസവും വിശ്വാസവും ഉണ്ടാകുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ബ്രദറെ, അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും വിശ്വാസം വരത്തില്ല? വിശ്വാസമൊക്കെ വരും. അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും അന്യഭാഷ വരവില്ലെങ്കിലും വിശ്വാസം ഉണ്ടാകും. പക്ഷേ വിശ്വാസത്തിന്റെ ഒരു നെക്സ്റ്റ് മൂവിലേക്ക് കയറണമെങ്കിൽ, അടുത്തൊരു മൂവിലേക്ക് നോക്കിയേ. യൂദായുടെ ലേഖനത്തിൽ ആ വാക്ക് കണ്ടോ? യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്ക് എന്താ നോക്കിയേ? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ബിൽഡിംഗ് അപ്പ് ചെയ്യുക. ബിൽഡപ്പ് ചെയ്യുക. നിങ്ങളുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്തെടുക്കുക. കണ്ടോ? എന്തിനാണ് വിശ്വാസത്തെ ബിൽഡ് ചെയ്തെടുക്കുന്നത്? അസാധാരണമായ കാര്യങ്ങളെ ചെയ്യേണ്ടതിന്. ഇനി കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ സ്പെഷ്യൽ കോളിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. പലരും ചോദിക്കും, ബ്രദറെ, ഞങ്ങൾ തലകുത്തി മറിഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറാത്ത വിഷയം, ഏതോ ഒരു ബ്രദർ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്നു. എത്ര പേരത് ഓർക്കുന്നുണ്ട്? ഞാൻ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ക്വസ്റ്റ്യൻ പറയാം, ഉത്തരം ഇപ്പൊ പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു. എന്റെ കാര്യം ഒന്ന് എത്ര പേര് ഓർക്കുന്നുണ്ടായിരുന്നത്? ബ്രദർ. ഞങ്ങൾ പ്രാർത്ഥിച്ച് സംഭവിക്കുന്നില്ല, പക്ഷെ വേറൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നു. പറഞ്ഞു തരാം. ഇതാണ് അവരിൽ നടക്കുന്നത്. മോർട്ടിഫൈ ചെയ്യുവാനുള്ള എബിലിറ്റി ഉള്ളവർ, അതായത് ആത്മ മനുഷ്യനിൽ വളർച്ചയുള്ള ആളുകൾ, അവരുടെ മേൽ വിശ്വാസത്തിന്റെയും അഭിഷേകത്തിന്റെയും ഒരു വർധനവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ശിശുവും മെച്യൂരിറ്റി ഉള്ളവരും തമ്മിൽ വ്യത്യാസമില്ലേ? സഭയിൽ ഇപ്പോഴും ശിശുക്കളും ഉണ്ട്, വളരുന്നവരും ഉണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് കൊരിന്ത്യ സഭയ്ക്ക് അത് പൊരിഞ്ഞാടി നടന്നത്. ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞങ്ങൾ അപ്പൊല്ലോസിന്റെ പക്ഷക്കാര്, ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാര്. ഈ പല സഭയിൽ നിന്നും ആളുകളെ കൂട്ടി ചാടിപ്പോയി. ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് 2 വചനം പറയാൻ അറിയാന്നുള്ള കഴിവ് കൊണ്ട് നിങ്ങൾ ശുശ്രൂഷരാകത്തില്ല. 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉടനെ ഭയങ്കര അത്ഭുതം നടന്നു, ഉടനെ നിങ്ങൾ പറയും ഞാനൊരു സഭ തുടങ്ങിയേക്കാം. പലപ്പോഴും ഈ കേരളത്തിൽ ഇപ്പൊ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യം ഇതാ. ഉടനെ 4 പേരെ കൂട്ടി എന്ത് ചെയ്യും? ഒരു സഭ അങ്ങ് തുടങ്ങും, ഒരു കൂട്ടായ്മ അങ്ങ് തുടങ്ങും. കാര്യം, ഞാൻ പ്രാർത്ഥിച്ചപ്പം ഒരു അത്ഭുതം നടന്നു, ഞാൻ പ്രവചിച്ചു, ഒരു വ്യക്തിക്ക് വിടുതലുണ്ടായി, ഞാൻ 10 മിനിറ്റ് പ്രസംഗിച്ചു. ശുശ്രൂഷനാകത്തില്ല. ശുശ്രൂഷ എന്നുള്ളൊരു വിളിയാണ്, ദൈവവുമായിട്ടുള്ള കണക്ഷനാണ്. പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്നത് കൊണ്ട് നിങ്ങൾ ശുശ്രൂഷകരല്ല. നിങ്ങൾ പ്രവചിക്കുന്നത് കൊണ്ട് നിങ്ങളൊരു ശുശ്രൂഷകനല്ല. നിങ്ങൾ കർത്താവിന്റെ ദൈവരാജ്യത്തിലൊരു വക്താവ് മാത്രമാണ്. നോക്കിക്കേ, ഈ വാക്കിലേക്ക് ഞാൻ വരാൻ പോകണേ. ഈ വാക്ക് കണ്ടോ? ആത്മീക വർധനവ്. നോക്കിക്കേ, ആകയാൽ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചന വരത്തിന് വേണ്ടി വാഞ്ചിപ്പിൻ. പ്രവചന വരത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. പ്രവചനം എന്നുള്ള വരം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതാണ് പ്രവചന വരം. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് മനുഷ്യനോട് സംസാരിക്കുക. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നോക്കി, അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ല. ആത്മാവ് പറഞ്ഞു, പ്രവചിക്കുന്നവനോ ആത്മീക വർധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനും മനുഷ്യനോട് സംസാരിക്കും. അപ്പൊ ഒരു പ്രവചനം കേട്ടാൽ ശ്രദ്ധിച്ചോണെ, ഒറിജിനൽ പ്രവചനം, നിങ്ങൾക്ക് ആത്മീക വർധന ഉണ്ടാകും. ആ പ്രവചനം കേൾക്കുമ്പോൾ അകത്തൊരു ഭയങ്കരമായ മാറ്റം. 2, ഒരു പ്രബോധനം ഉണ്ടാകും. ക്രിസ്തുവിൽ ഒന്നും കൂടെ വചനത്തിൽ വളരുവാൻ ഒരു ആഗ്രഹം. 2, ചിലർക്ക് പ്രവചനം കേട്ട പിന്നെ പേടിയാ. ബ്രദറെ, ആ ബ്രദറോട് പ്രവചിച്ചിരിക്കുമ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ചാകാൻ തോന്നുക. അത് ദൈവത്തിൽ നിന്ന് വന്ന പ്രവചനമൊന്നുമല്ല.
ദൈവത്തിൽ നിന്നുള്ള പ്രവചനമാണെങ്കിൽ നമുക്ക് ആശ്വാസം ലഭിക്കും. കണ്ടോ, ഇതാണ് ഒറിജിനൽ പ്രവചനം. മറ്റത് ഡ്യൂപ്ലിക്കേറ്റാ. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവചനത്തിൽ എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആത്മീക വർധനമുണ്ടാകും. 2, പ്രബോധനം. ഒരു തെറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള വചനത്തിലുള്ള ബോധം കൊണ്ടുവരും. 3, നിങ്ങൾക്ക് എന്തുണ്ടാവും? ആശ്വാസം ഉണ്ടാകും പ്രവചനം കേൾക്കുമ്പോൾ. ഇനി പ്രവചനത്തിന്റെ പ്രത്യേകത, പ്രവചന വരത്തിന് ദൈവത്തിൽ നിന്ന് കേൾക്കാൻ പറ്റും. അപ്പൊ പലപ്പോഴും നിങ്ങൾക്ക് അറിയാം, നമ്മൾ കൂട്ടായ്മയിൽ ദിവസവും കാണുന്ന ഒരു യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവരെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രയറിന് ലിങ്ക് ഉണ്ട്. എനിക്ക് എത്രത്തോളം അറിയത്തില്ല നെറ്റ്വർക്കിന്റെ കാര്യമൊക്കെ. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് സൂമിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. നമുക്ക് ഒരുമിച്ച് ഈ മീറ്റിംഗിൽ പങ്കുചേരാം. നോക്കിക്കേ, ആത്മീകമായിട്ട് ഒരു വർധനവ്. നോക്കിക്കേ, പ്രവചിക്കുന്നവനോ ആത്മീക വർധനവ്. പലപ്പോഴും ഒരു വ്യക്തി എവിടെയൊക്കെയോ വിശ്വാസികൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജഡത്തിന്റെ പ്രവൃത്തികളുണ്ട്, ആത്മാവിന്റെ ഫലങ്ങളുമുണ്ട്. ഈ ജഡത്തിന്റെ ഏതെങ്കിലും സ്വാധീനങ്ങൾ, അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ വാതിൽ തുറക്കരുത് സാത്താന്. കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുമ്പോഴും കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. ചിലരുടെ ലൈഫിൽ വിശ്വാസത്തിൽ വന്നെങ്കിലും പിശാചിന്റെ ഇടം കൊടുക്കുന്നവരുണ്ട്. അതായത് ക്ഷമിക്കപ്പെടും. ചിലർ പറയും, എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ തോന്നുന്നില്ല ബ്രദറെ, വൈരാഗ്യം. ഇവരുടെ ശരീരത്തിൽ പിശാചുണ്ട്, അവരുടെ കുടുംബത്തിൽ പിശാചുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റുന്നില്ല, ദേഷ്യവ, ഇപ്പോഴും ആരിശവ, നിരപ്പ് പ്രാപിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ശരീരത്തിൽ പിശാചിന് പ്രവേശിക്കുവാൻ കഴിയും. കാര്യം ബൈബിൾ പറയുന്നു, കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുമ്പോഴും കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. ഇടം, ആ വാക്കുകൊണ്ട് ഇടം, പ്ലേസ് കൊടുക്കരുത്. അവൻ കയറി വരും അകത്തോട്ട്. അവൻ കയറി വന്നാൽ അറക്കും, മുടിക്കും, മോഷ്ടിക്കും. അപ്പൊ ആദ്യം തന്നെ വിശ്വാസി എന്ത് ചെയ്യണം? സ്നേഹമാചരിപ്പിൻ. നോക്കിയ വാക്കുകൊണ്ടോ 14:1 കണ്ടോ? സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിൻ. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. ആദ്യം നമ്മളോട് ഇപ്പൊ എതിർക്കുന്നവരെ പോലും അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കാര്യം ഓർത്തോളം, ഞാൻ അവനെ കേട്ടത്തില്ല. ആരെ? പിശാചിനെ. ഇത് അവന്റെ തന്ത്രവാ. വഴിയെ പോകുന്ന സകലരും നിങ്ങളോട് ചുമ്മാ വഴക്കുണ്ടാക്കാൻ വേണ്ടി വരുന്നവനെ ഓർപ്പിച്ചു, ഇത് അവനെ കയറാൻ വേണ്ടി ഒരു പഴുതാണ്. കള്ള പിശാചെ ഒരു പഴുത് നോക്കരുത്. ഞാൻ അവനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. എന്നോട് എതിർക്കുന്നവനെ യഹോവ തോൽപ്പിക്കും. കണ്ടോ, ശത്രു എന്നെ ജയിക്കത്തില്ല. ക്യാൻസൽ ചെയ്തോണം. ഒന്ന്, സ്നേഹം ആചരിക്കണം. 2, പ്രവചന വരം. ചിലർ ഈ കാലത്ത് പറയും, ഈ പ്രവചനത്തിലൊന്നും അല്ല കാര്യം, അത് പിശാചിന്റെ ആഗ്രഹം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, പ്രവചന വരത്തിന്റെ കൃപ ഞാൻ പറഞ്ഞുതരാം. ഇതിലൊന്നുമല്ല, പ്രവചനത്തിന്റെ ഒന്നുമല്ല കാര്യം. പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് കേൾക്കുവാനുള്ള എബിലിറ്റിയാണ്. കേട്ടോണേ, നിങ്ങൾ അന്യഭാഷകൾ ദിവസവും 1 മണിക്കൂർ അന്യഭാഷ പറയുകയും വചനം പറയുകയും 1 മാസം നിർത്താതെ ചെയ്യണം. ഈ 1 മണിക്കൂർ എന്നുള്ളത് ഞാൻ ചുമ്മാ ഒരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ. 2, 3, 4, 5, 10 പോയ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ. അന്യഭാഷ വരവില്ലെന്ന് പറഞ്ഞ് ആരും ഇരിക്കണ്ട. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 8:30 അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. കൂടെ കൂടിക്കോ, അന്യഭാഷ ദൈവം തരും. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ട് കയറിക്കോ, ദൈവം അന്യഭാഷ വരം തരും. നോക്കിക്കേ, 1 മണിക്കൂർ നിങ്ങൾ അന്യഭാഷ പറയുക എന്ന് വിചാരിച്ചു. 1 മണിക്കൂർ അന്യഭാഷ പറയുകയും വചനം പറയുകയും ചെയ്യുക. വചനം എന്താണ്? പാതയ്ക്ക് പ്രകാശവ. നിങ്ങളുടെ ഫ്യൂച്ചർ അവിടെ ഓപ്പൺ ആകും. ഫ്യൂച്ചർ അവിടെ ഓപ്പൺ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇരമ്യാവ് പറയുന്നു, ആരോഗ്യം രോഗശാന്തിയും ആരോഗ്യവും വരുത്തും. രോഗശാന്തിയും ആരോഗ്യം വരുത്തും. അപ്പൊ നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറയുമ്പോൾ നിങ്ങളുടെ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് അങ്ങോട്ട് വർക്ക് ചെയ്യും. വിശ്വാസം തന്നെ വരും. പ്രത്യേകിച്ച് വിശ്വസിക്കാൻ പറയണ്ട, വിശ്വാസം തന്നെ ഉണ്ടായി വരും. വിശ്വാസം ഉണ്ടായി വരും. വിശ്വാസം ഉണ്ടായാൽ അത്ഭുതം ഉണ്ടായി വരും. കണ്ടോ, വിശ്വാസം ഉണ്ടായാൽ അത്ഭുതം ഉണ്ടായി വരും. ഇനി കേട്ടോണേ, പ്രവചന വരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് കേൾക്കുക. ഇതിനു വേണ്ടി ആഗ്രഹിക്കണം, വാഞ്ചിക്കുക, ഡിസയർ ചെയ്യുക. ഇനി കേട്ടോണേ, ഞാനിപ്പോൾ അന്യഭാഷ പറയും. കർത്താവേ, അന്യഭാഷ പറയുമ്പോഴേ കർത്താവ് എന്നോട് അങ്ങ് സംസാരിക്കും. ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. എൻ്റെ കർത്താവ് എൻ്റെ ചെവിയിലൂടെ ദൈവം സംസാരിക്കും. എന്നോട് കർത്താവ് ഇടപെടും. ഇതും പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറയും. ദൈവം സംസാരിച്ച വചനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് പറയണം. ഇത് പറയുമ്പോൾ ദൈവ ശബ്ദം കേൾക്കും. ഇത് കേട്ടാലുള്ള ഗുണം എന്നറിയാവോ? നിങ്ങൾ വഴിതെറ്റിപ്പോകത്തില്ല. ഇതാണ് പ്രവചന വരത്തിന്റെ ഗുണം. വഴിതെറ്റിപ്പോകത്തില്ല. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്
മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. കണ്ടോ, ദൈവഹിതം ഇന്ന് അതാണ് പ്രവചനപരം. പ്രവചനം എന്ന് പറഞ്ഞാൽ ഇതാണ് ദൈവഹിതം. പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് ഉണ്ട്, നമ്മൾ എല്ലാ ദിവസവും കാണുന്നത് അല്ലേ. പല കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ബ്ലോക്കിൽ കിടക്കുന്നു, ഇന്ന വ്യക്തിയുടെ വിഷയം ഇന്നതാണ്, ഇന്ന രീതിയിൽ കുടുങ്ങി കിടക്കുന്നു, ഇന്ന വിഷയം ഇപ്പോൾ യേശു അത്ഭുതം ചെയ്യണോ. ഇതാണ് പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ്. പ്രവചനത്തെ പല രീതിയിൽ തിരിക്കുന്നുണ്ട്. ഒന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, രണ്ട് ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് വിടുതലിലേക്ക് പോകുന്നു. അതാണ് പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ്, പ്രവചനത്തിലൂടെയുള്ള വിടുതലുകൾ. ആമേൻ. ഇതെല്ലാം ബിൽഡ് ചെയ്തെടുക്കണം നമ്മൾ. കണ്ടോ, അപ്പൊ സഭയിൽ വന്ന് ഞായറാഴ്ച മാത്രം വന്ന് പള്ളിയിൽ കൂടിയിട്ട് വൈകുന്നേരം പോയി ഇറച്ചി മീനും കഴിച്ച് കിടന്നുറങ്ങി തിങ്കളാഴ്ച ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വർഷങ്ങളോളം ശിശുവായിരിക്കും. കരച്ചില് മാത്രമാ, അമ്മേ പാലിതാ 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 പാലിതാ. ഇവിടെ വളർച്ചയൊന്നുമില്ല. നിത്യതയെ പോണം, ഇത് മാത്രം ചിന്ത. നിത്യത കേട്ടാ പേടി താനോ. പോകുമെന്ന് വെച്ചാൽ പറയും, ഓ ഞങ്ങളൊന്നും പോകത്തില്ല. കണ്ട, പിന്നെ എന്തിനാ വിശ്വസിക്കുന്നത്? അപ്പൊ അതും വിശ്വാസമില്ല. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ മോസ്റ്റ് ഹോളി ഫെയ്ത്തിന്റെ അകത്ത് ഇപ്പോഴും വളർച്ച സംഭവിക്കുന്ന എങ്ങനെ അറിയാൻ പറ്റും? വളർച്ച സംഭവിച്ചാൽ അറിയാൻ പറ്റും. വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് വരും. കണ്ടോ, വചനം പ്രവൃത്തി തലത്തിലേക്ക് വരും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ആവർത്തന പുസ്തകം പറഞ്ഞു, ഉയർച്ച തന്നെ പ്രാപിക്കും. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട അടിമകൾ 430 വർഷം മിസ്രൈമിലെ ഫറവോന്റെ ഇഷ്ടത്തിന് വേണ്ടി തുള്ളുന്ന, അവന്റെ ഫറവോന്റെ സൈന്യത്തിന്റെ ചാട്ടവാർ അടിയേക്കുന്ന, ഉണ്ടാകുന്ന തലമുറകളെ മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിമകൾ. ഇവരോട് യഹോവ പറഞ്ഞു, നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കാൻ വേണ്ടി പോവാ. കണ്ടോ, രാവും പകലും എന്റെ വചനത്തെ ധ്യാനിക്കണം. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഇന്ന് ഈജിപ്റ്റ് കിടക്കുന്നു, ഇസ്രായേൽ കിടക്കുന്നു. വ്യത്യാസം കണ്ടോ? ഈജിപ്തിന്റെ ഗതി ഇപ്പൊ എങ്ങനെയാണ്, ഇസ്രായേൽ ഇപ്പൊ എങ്ങനെയാണ്? എത്രയോ യുദ്ധങ്ങൾ വന്നു, എത്രയോ തകർച്ച വന്നു, എത്രയോ നാശം വന്നു, എത്രയോ ബോംബിട്ടു, എത്ര യുദ്ധങ്ങളുണ്ടായി. ഇന്നും ഇസ്രായേൽ നിൽക്കുന്നതിന്റെ കാരണം ബൈബിൾ പറയുന്നു, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കത്തില്ല, നീ വാലല്ല തലയത്ര. വളർച്ച കണ്ടോ നിങ്ങൾ? ബ്രദറെ, ഞാൻ 20 വർഷമായി വിശ്വാസത്തിൽ ജീവിതത്തിൽ വന്നിട്ട് എന്തുവാ മാറ്റം? രോഗം മാറിയോ? ഇല്ല. കടഭാരം മാറിയോ? ഇല്ല. കുടുംബം രക്ഷപ്പെട്ടോ? ഇല്ല. സഭയെ വളർച്ചയുണ്ടോ? അതുമില്ല. സ്വന്തമായിട്ട് വളർച്ചയുണ്ടോ? അതുമില്ല. കണ്ടോ, എന്താ ഉയർച്ച പ്രാപിക്കാത്തത്? ശിശുവായിരിക്കുന്നു. ശിശുവിൽ നിന്നും പുറത്തേക്ക് വരണമെങ്കിൽ കട്ടിയായ ആഹാരങ്ങൾ ഭക്ഷിക്കണം. ആമേൻ. അപ്പൊ അന്യഭാഷ മാത്രം പറഞ്ഞാൽ ബിൽഡപ്പ് ആകോ? ഇല്ല. പാതയ്ക്ക് പ്രകാശം വേണം. എങ്ങോട്ട് പോകണം എന്നുള്ളത് വചനം തീരുമാനിക്കണം. വചനം തീരുമാനിക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസം വരണമെങ്കിൽ ആത്മീക വർധനവുണ്ടാകണം. കണ്ടോ, ആത്മീക വർധനവുണ്ടായാൽ ഒരു അസാധാരണമായൊരു വിശ്വാസം ഉണ്ടാകും. ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നോക്കിക്കേ, യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ നിനക്ക് രോഗശാന്തി വരുത്തിയും, നമ്മൾ ഹീലിങ്ങിനെ പറ്റി, ഡെലിവറൻസിനെ പറ്റി പറഞ്ഞിരിക്കുന്നല്ലേ. ഞാൻ ആരോഗ്യം, രണ്ടും രണ്ടിരിക്കുന്നുണ്ടോ? എന്താ ഒന്നല്ലേ? രണ്ടും അല്ല. രോഗശാന്തി വേറെ, ആരോഗ്യം വേറെ. ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ. കണ്ടോ, ഇങ്ങനൊരു ജീവിതം ഉണ്ടോ ബ്രദറെ? ഉണ്ട്, ഉണ്ട്. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. നമ്മൾ വേദന വരുമ്പോഴേക്കും പാരസെറ്റമോളും ആന്റിബയോട്ടിക്കും തപ്പി പിടിക്കുന്ന സമയത്ത് അവരതൊന്നും ഇല്ലാതെ ജീവിച്ചു. വചനത്താൽ ജീവിച്ചു. യേശു പറഞ്ഞ മനുഷ്യന്റെ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിന്ന് വരുന്ന വചനത്താൽ ജീവിക്കും. നമ്മൾ ഈ വചനവുമായിട്ട് നമ്മുടെ ആത്മാവ് കണക്റ്റഡ് ആകാത്തതിന്റെ കാരണം ദേഹിയാണ്. ഈ ദേഹിയിൽ വിശ്വാസം പ്രവർത്തിക്കുന്നില്ല. ആകുല ചിന്ത, ഭാരം. അതുകൊണ്ടാണ് യേശു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. ഇതെല്ലാം പ്രസംഗം കേട്ട് കൈ അടിച്ച് പത്രോസ്ലീഗായും യോഹന്നാൻ സ്ലീഗൊക്കെ ആരാരിച്ച് അങ്ങ് ഉരുളുമായിരുന്നു. ഓ, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. ആകാശത്തിലെ പറവേ നോക്കൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പൂരിൽ ഇതൊക്കെ ചാടി പിടിക്കുക ദൂത് ശിഷ്യന്മാര്. പക്ഷെ കാറ്റടിച്ചപ്പം, പടകിളകിയപ്പം, നാദാ ഞങ്ങൾ നശിക്കുന്നത് നീ, കർത്താവ് പറയാ, കരയിൽ നിന്നുകൊണ്ട് നീയല്ലേ ആലോലിയെ പറഞ്ഞത്. ഞാൻ ആ വചനം പറഞ്ഞപ്പോഴേക്കും ചാടിത്തുള്ളി ആമേൻ പറഞ്ഞ ആളല്ലേ ഇത്. കടലിൽ കയറി ഉടനെ പറയാ,
നാഥാ ഞങ്ങൾ നശിക്കുന്നത് എന്ന് സംഭവിച്ചു. ദേഹിയിൽ വിശ്വാസം പ്രവർത്തിക്കുന്നില്ല. വചനം അകത്തുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ കാണാപ്പാടം പറയാം ബ്രദറെ, ഒരു നാളും നശിക്കത്തില്ല. യോഹന്നാൻ എഴുതിയ ആളാ, ചാടിപ്പറയും കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ നീ ഒരു നാൾ നശിക്കത്തില്ല. എഴുതിയ ആള് പോലും പടയിൽ കിടന്ന് കരയുക. എന്തുകൊണ്ട്? ഫെയ്ത്ത് വർക്കാകുന്നില്ല. ഫെയ്ത്ത് വർക്കാണെങ്കിൽ അകത്ത മനുഷ്യനിൽ നിന്നും പാസ് ചെയ്യണം. അകത്ത മനുഷ്യന് പാസ് ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം അകത്ത മനുഷ്യന് വളർച്ചയില്ലാത്തതുകൊണ്ടാ. അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു, വളരുന്നു. വളരണമെങ്കിൽ വല്ലതും കൊടുക്കണ്ടേ? 1 മണിക്കൂർ ദിവസവും അന്യഭാഷ നിർബന്ധമായും പ്രാർത്ഥിച്ച് ആ 1 മണിക്കൂറിൻ്റെ അകത്ത് വചനങ്ങൾ ഏതാണോ വേണ്ടത് പെറുക്കിയെടുത്ത് വിളിച്ചു പറ. ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു, ഒറ്റ മാസം മതി, 2 മാസം വേണ്ട. നിങ്ങൾ കാണാൻ തുടങ്ങും ഉയർച്ച തന്നെ പ്രാപിക്കുന്നത്. നോക്കിക്കേ, ബിൽഡിങ് അപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്തെടുക്കും. ഇപ്പൊ വചനം കാണാപ്പാഠം പഠിക്കാൻ എങ്ങനെയാ പറയുന്നത്? ബൈബിള് വായിക്കണ്ടേ? അതിന് കണ്ട ബൈബിള് വായിക്കാതെ എങ്ങനെയാ വചനം കണ്ടുപിടിക്കുന്നത്? ഞാൻ നിങ്ങളെല്ലാവരും സന്തോഷിക്കും. പലരും കളിയാക്കാറുണ്ട്, ബ്രദറിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മൊത്തവും ഈ പ്രവചനം കേൾക്കാം. എനിക്ക് എന്നെക്കാളും കൂടെ പറയാൻ നിങ്ങൾക്ക് ഇപ്പം അറിയാം, ഞാൻ നോക്കിയിട്ട്. ആമേൻ, ഹല്ലേലൂയ. ഇതാ ഞാൻ രോഗശാന്തി വരുത്തിയും ആരോഗ്യം വരുത്തി, നോക്കിക്കേ, അവരെ സൗഖ്യമാക്കിയും. അപ്പൊ എനിക്ക് സൗഖ്യം ഉണ്ടോ? ഉണ്ട്. എനിക്ക് രോഗശാന്തി ഉണ്ടോ? ഉണ്ട്. എനിക്ക് ആരോഗ്യമുണ്ടോ? ഉണ്ട്. കണ്ടോ? 66 വയസ്സായില്ലേ ബ്രദറെ, ഇനിയിപ്പോ എന്നെ ആരോഗ്യം? എൻ്റെ പ്രിയരെ, ജീവിതകാലം മുഴുവൻ പറഞ്ഞ ഞാൻ ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ ഇരിക്കും. എന്നിട്ട് അന്യഭാഷ അങ്ങോട്ട് പറ. എന്നിട്ട് അന്യഭാഷ പറയണം. എനിക്കറിയാവുന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചന് എന്നോട് കുറേ നാൾ, അപ്പച്ചൻ്റെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ പറഞ്ഞു, ഇനി ഈ എൻ്റെ കൂടെയുള്ള എല്ലാവരും മരിച്ചുപോയി നാട്ടിൽ. ഇപ്പൊ എൻ്റെ കൂട്ടുകാർ മൊത്തം ചെറുപ്പക്കാർ, പിള്ളേരാ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ച് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും ചോദിക്കും അപ്പച്ചൻ എപ്പോഴാണ് പോകുന്നത്? കാരണം അപ്പച്ചൻ്റെ കൂടെ പഠിച്ചവരും കൂടെ നടന്നവരും അപ്പച്ചനേക്കാൾ മൂത്തതും ഇളയതും എല്ലാം പോയി. അപ്പം അപ്പച്ചൻ ഇപ്പം കൂട്ടുകാരൊന്നുമില്ല. അപ്പച്ചൻ്റെ കൂട്ടം ഞാനൊക്കെ ഇപ്പം, അവിടെ കുറേ ചെറുപ്പക്കാരൊക്കെയാ. അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ ഇത്രയും നാൾ നിൽക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എന്നാ ചെയ്യുന്നത്? അപ്പച്ചൻ പറയാം, ബ്രദറെ, ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, എല്ലാ ദിവസവും രാവിലെ 5 മണി കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്നുണ്ട്. ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ, 1 മണിക്കൂർ കഷ്ടി, അല്ലെങ്കിൽ എനിക്കൊന്ന് 1 മണിക്കൂർ ഉണ്ടോ? ഇല്ല, നടക്കാൻ പോകും. അപ്പൊ എന്റെ ചോദ്യം, നടക്കാൻ പോയാൽ എങ്ങനെ ആയുസ് വർദ്ധിക്കുന്നത്? ഇവിടെ ഭയങ്കരമായിട്ടുള്ള ആരോഗ്യമുള്ളവർ പോലും മരിച്ചു പോവുക. അപ്പൊ അപ്പച്ചൻ നടക്കാൻ പോകുന്നുണ്ട്, അപ്പച്ചൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. സഹോദരങ്ങളെ, കോവോസ് ചെയ്യുന്നവരെ, ഈ അനാവശ്യമായി സംസാരിക്കുന്നവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അവർ വേറെ ഏതോ ലോകത്താ. അവർക്ക് ഇപ്പോഴും ശിശുക്കളാ. നോക്കിക്കേ. ഇപ്പൊ ഞാൻ ചോദിച്ചു, അപ്പച്ച എന്തുവാ അപ്പച്ചൻ രാവിലത്തെ അപ്പച്ചന്റെ റൊട്ടീൻ ഒന്ന് പറയാവോ? അപ്പച്ചൻ പറയും, ഞാനൊരു 4 മണിക്ക് അങ്ങ് എണീക്കും, ഒരു പാട്ട് പാടും, എന്നിട്ട് ടോയ്ലറ്റിലൊക്കെ പോയി ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ട് ആ കൂട്ടത്തിലൊക്കെ എന്ത് പറയുക, പാട്ടൊക്കെ പാടി ആ 1 മണിക്കൂർ വചനം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടോ? എല്ലാ ദിവസവും വചനം പറഞ്ഞ് ഈ നടക്കാൻ പോകുമ്പോഴോ വചനം പറയും. ആരും കൂട്ടൊന്നും ഇല്ലല്ലോ 5 മണിക്ക് രാവിലെ. എല്ലാ ദിവസവും വചനം പറഞ്ഞ് 10-70 വർഷമായില്ലേ. ഇതെല്ലാം അകത്തോട്ട് കടന്ന് അങ്ങോട്ട് ആരോഗ്യമായി മാറി. കണ്ടവറിയരെ, നമ്മളൊരു പ്രശ്നം വരുമ്പോഴല്ലേ വചനം പറയുന്നത്. ഉടനെ ഒരു പ്രാർത്ഥനയും ഒരു സ്തോത്രവും. എനിക്കറിയുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും, ആൻറ്റി ഏറ്റവും മുമ്പിൽ ഇരുന്നുകൊണ്ട് ഭയങ്കര കൈയടി ആരാധന. ഞാൻ ചോദിക്കും അവസാനം, ആൻറ്റി എന്നാ വിഷയമോ? എൻ്റെ ബ്രദറെ ഒന്നും പറയണ്ട. എനിക്ക് അപ്പോഴേ അറിയാം, മുമ്പിൽ വന്നുള്ള ആരാധന കാണുമ്പോൾ ഇന്ന് എന്തോ വിഷയമുണ്ട്, അല്ലെങ്കിൽ വരത്തില്ല പ്രാർത്ഥനയ്ക്ക്. തിരക്കാ, ഭയങ്കര തിരക്കാ. ആ ദിവസം മുമ്പിലുണ്ടോ? ഉറപ്പിച്ചു. അയ്യോ, ബ്രദറിന് എങ്ങനെ മനസ്സിലായി? പ്രവചനമാണോ? അല്ല, കറക്റ്റാ, ഇന്ന് എന്തോ വിഷയമുണ്ട്. കണ്ടോ? വിഷയം വരുമ്പോൾ ഒരു ആരാധന, ഒരു പ്രാർത്ഥനയും. പിശാച് നമ്മളെ നോക്കി ചിരിക്കും, ഇതൊക്കെ എവിടുന്ന് വരുന്ന? ആമേൻ. നിങ്ങൾ നോക്കിക്കേ. അപ്പൊ ആരോഗ്യം വരുത്തുക. അപ്പൊ നമ്മൾ അന്യഭാഷ പറയുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസി എന്ത് ചെയ്യണം? സഭയിലോട്ട് കയറി രക്ഷിക്കപ്പെട്ട ഉടനെ അടുത്ത ലക്ഷ്യം ഈ സഭ പൊളിച്ച് അടുത്ത സഭ എങ്ങനെ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ഓടി തളരുന്നതിന്റെ കാരണം നിങ്ങൾക്കകത്ത് ബിൽഡപ്പ് നടക്കുന്നില്ല, ബിൽഡിംഗ് അപ്പ് നടക്കുന്നില്ല, നിങ്ങൾ പണിയപ്പെടുന്നില്ല.
നിങ്ങൾ ഇപ്പോഴും കിടക്കുന്നത് ആ പഴയ ശിശുവായിട്ടാ, പാല് കുടിച്ച് കിടക്കുക, നീന്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇപ്പോഴും കര പറ്റുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ഇന്നു മുതൽ അപ്പം നിങ്ങൾ അന്യഭാഷ പറയുന്നതിന്റെ പാറ്റേൺ ഒന്ന് മാറ്റിയാൽ മതി. അന്യഭാഷ പറയുന്നവർ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് നിരപ്പ് പ്രാപിക്കുക. മറക്കരുത്, വൈരാഗ്യമുള്ളത് നിരപ്പ് പ്രാപിക്കുക. ദൈവദാസന്മാരെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക. ബ്രദറെ, ഞാനത് ഷെയർ ചെയ്തു, ക്യാൻസൽ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഇതൊക്കെ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവെ അങ്ങ് ദുഃഖിപ്പിച്ച് എന്തെങ്കിലും വാക്കോ പ്രവൃത്തി വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിരപ്പ് പ്രാപിക്കുക. എന്നിട്ട് നിങ്ങൾ അന്യഭാഷ പറഞ്ഞിട്ട് നിങ്ങൾ ഏത് വിഷയത്തിന്റെ അകത്താണോ ഭാരപ്പെട്ട ആ വചനം പറയണം. ചുമ്മാ വചനം പറയരുത്. കടഭാരമുള്ളവർ രോഗസൗഖ്യത്തിന്റെ വചനം പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. ഓരോന്നിനും ഓരോ വചനമുണ്ട്. കുടുംബത്തിന്റെ അകത്ത് പ്രശ്നമുള്ളവർ അവർ പറയുക, കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഒരു ചേർച്ചയില്ല. അപ്പൊ എന്താ പറയേണ്ടത്? ഒന്ന്, ഞാനൊരു കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ വചനം പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറയും. എൻ്റെ മക്കളൊക്കെ യഹോവയിൽ ഉപദേശിക്കപ്പെട്ടവരായി തീരും. ബാക്കി നമുക്കറിയാം, ഒത്തിരി വചനം എടുക്കുന്നില്ല. ഈ വചനം പറയുകയും അന്യഭാഷ പറയുകയും ചെയ്യുമ്പോൾ പ്രവചന വരം ആക്റ്റീവ് ആകും. പ്രവചന വരത്തിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. പറഞ്ഞേ, പ്രവചന വരത്തിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. പ്രവചനത്തിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം പഴയ നിയമത്തിൽ സംസാരിച്ചിട്ടുള്ള എല്ലാവരെ പറ്റി പറയുന്നു. അവരെല്ലാം പ്രവാചകന്മാരാണ്. മോശ ദൈവത്തിന്റെ പ്രവാചകൻ, ദാവീദ് ദൈവത്തിന്റെ പ്രവാചകൻ. അതെങ്ങനെയാ അവരെല്ലാം പ്രവാചകന്മാരാകുന്നത്? ദൈവം സംസാരിക്കുന്നവരെ പറ്റി ബൈബിൾ പറയുന്നത്, ദൈവം സംസാരിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുന്നവരെ പറ്റി ബൈബിൾ പറയുന്നു പ്രവാചകന്മാർ. പ്രൊഫറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വരവാണ്, അതൊരു പോർട്ടലാണ്. ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ചാലകമാണ് പ്രവചനം. പ്രവാചകൻ വേറെയാ കേട്ടോ. പ്രവചനവും പ്രവാചകൻ, ഇവിടെ നോക്കിയാൽ പൗലോസ് പറയാണ് പ്രവചന വരത്തെ പറ്റി വാഞ്ചിക്കുവിൻ. നോക്കിക്കേ, ആ പ്രവചന വരം, പ്രവാചകനല്ല, പ്രവാചന വരം. പ്രവാചകൻ എന്നുള്ളത് സ്പെഷ്യൽ കോളിംഗാ. പ്രവചനം, പ്രൊഫറ്റ് എന്നുള്ള കോളിംഗ് ഉണ്ട്. ദൈവം പ്രവാചകന്മാരെ എണീപ്പിക്കും, അത് വേറെ കാറ്റഗറിയാണ്. പ്രവചന വരം അതിൽ പെടുന്നതല്ല. ആമേൻ. ഇനി ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇനി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോണേ. സമയം ഇന്ന് എനിക്കറിയാം, ഈ 4 ക്ലാസ്സിൻ്റെ അകത്ത് സമയം നമുക്ക് നോക്കുകയും ചെയ്തെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സമയം നോക്കരുത്. ഇത് നമുക്കൊരു മർമ്മപ്രധാനമായ വിഷയമാണ്. നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറയുന്ന സമയത്ത്, എന്നെ ആദ്യം വിശ്വാസി വന്ന സമയത്ത് എന്നെ വിശ്വാസി കൊണ്ടുവന്ന ദൈവമനുഷ്യൻ ആദ്യം പറഞ്ഞ വാക്കുണ്ട്. അന്ന് ഞാൻ പ്രവചിക്കുമായിരുന്നു ദൈവകൃപയാൽ. അവിടെ ആദ്യം പറഞ്ഞു, മോനെ നീ അന്യഭാഷ വരം. അപ്പൊ ഞാൻ എന്തിനാ അന്യഭാഷ വരം? എനിക്ക് കർത്താവിന്റെ നാമത്തിൽ പ്രവചിക്കാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ അന്യഭാഷ വരം? അദ്ദേഹം പറഞ്ഞു, നീ അന്യഭാഷ വരത്തിന് വേണ്ടി ആഗ്രഹിക്കണം. അന്ന് മുതൽ ഞാൻ വെറുതെ ഇരുന്നില്ല. എവിടെയൊക്കെ അന്യഭാഷ പ്രാർത്ഥനയുണ്ടോ അവിടെ എല്ലാം ഞാൻ പോയിരിക്കും. രക്തം ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും കിട്ടുന്നില്ല. ഒരു ദിവസം എനിക്കും കിട്ടി. കണ്ടോ, നമ്മള് വിലപിടിപ്പുള്ളതിനെ വില കൊടുത്ത് വാങ്ങണമെന്ന് പറഞ്ഞത്. ആഗ്രഹിക്കണം, സമയം കണ്ടെത്തണം. എൻ്റെ ആഗ്രഹം മൊത്തം അതായിരുന്നു. കർത്താവ് എങ്ങനെയെങ്കിലും എനിക്ക് അന്യഭാഷ കിട്ടണം. അന്യഭാഷ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ കൂടെ പോയിരുന്നാൽ പകർച്ച ഉണ്ടാവും. അന്യഭാഷ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ പോയിരുന്നാൽ ആത്മാവിന്റെ പകർച്ച ഉണ്ടാവും. അങ്ങനെയുള്ള കൂട്ടായ്മ പോയി ഇരിക്കണം. നിങ്ങൾ ഏതെങ്കിലും സഭകളിൽ മണിക്കൂറുകൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്ന സഭകളുണ്ടോ, അവിടെ പോയി കിടന്നോണം നിങ്ങൾ. അത് ഭയങ്കര ഡൈമെൻഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും, ഭയങ്കരമായി നിങ്ങളെ വളർത്തും. എന്നാൽ അവിടെ ഇരുന്നുകൊണ്ട് അന്യഭാഷ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞ സഭയാണെങ്കിൽ ഓടിക്കണം. ആമേൻ. നോക്കിക്കേ, അപ്പൊ പ്രവചന വരത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ദൈവവുമായിട്ട്, അപ്പൊ നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്യഭാഷ പറയുമ്പോൾ ദൈവത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ദൈവം പറഞ്ഞു തരും. ഞാനൊരു വീട്ടിൽ പോയ സമയത്ത് ഞാനത് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ചുരുക്കി പറയാം ആ സാക്ഷ്യം. ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു കൊച്ചിനൊരു ബാധ കൂടി. പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഒരു ബാധ കൂടിയിട്ട് പുറത്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് ഒന്ന് 7 8 പഠിക്കുന്ന കൊച്ചാ. 7 എനിക്ക് കറക്റ്റ് ഞാൻ പ്രായം ഓർക്കുന്നില്ല. 8-9 വർഷം മുമ്പ് കടന്ന കാര്യമാണ്. പ്രായം ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അമ്മയും അച്ഛനും പറഞ്ഞു, ബ്രദറെ പുറത്തറിയിക്കാൻ പറ്റത്തില്ല, ഭയങ്കര വിഷയമാണ്. കൊച്ച് എനിക്ക് 12 വയസ്സ് കൊണ്ടുള്ളൂ, അത്രയും ഉള്ളത് എനിക്ക് തോന്നുന്നത്. പ്രായം ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഞാനും വേറൊരു ബ്രദറും കൂടെയുണ്ട്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ കൊച്ചിനൊരു കുഴപ്പമില്ല, ബുക്ക് വായിക്കും, ചോറുണ്ടും എല്ലാം ചെയ്യും കൊച്ച്, ഒരു പ്രശ്നമില്ല.
പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചേഷ്ടകൾ കാണിക്കും. നാക്കൊക്കെ നീട്ടി അങ്ങോട്ടൊരു ഭൂതബാധിത വ്യക്തിയെ പോലെ വരും. കുഞ്ഞു കൊച്ചാന്ന് ഓർത്തോണം. ആര് പറഞ്ഞു കൊടുക്കും? ഇതങ്ങോട്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആകും. ആർക്കും ഇതിനെ ഒതുക്കാൻ പറ്റുന്നില്ല. ഇവര് പേടിച്ചിരിക്കുക. പുറത്തിറങ്ങിയ നാണക്കേട്. പെങ്കൊച്ചല്ലേ, നാട്ടുകാർ പറയും ഭ്രാന്താന്ന്. കണ്ടോ, ഭ്രാന്താന്ന് പറയും. അതിനെ കൊണ്ട് ഇനി ഭ്രാന്താന്ന് പറഞ്ഞാൽ തന്നെ ഡോക്ടറെ കാണിച്ച മരുന്ന് കൊടുത്ത് പിന്നെ അവസാനം ജീവിതകാലം മുഴുവൻ ചിലപ്പം ട്രീറ്റ്മെന്റിൽ പോകേണ്ടി വരും. അവിടെ ചെന്ന് ഞങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്നാ ചെയ്യും, എന്ത് ചെയ്യും? ഇതിന്റെ കാരണം പരിശുദ്ധാത്മാവെ സഹായിക്കണം, പരിശുദ്ധാത്മാവെ അങ്ങ് ഇടപെടണം. ഞാനൊരു പെട്ടെന്നൊരു കാഴ്ച ദൈവാത്മാവ് കാണിച്ചു. ഒരു അമ്മച്ചി ഇരുന്നുകൊണ്ട് ഒരു കുടത്തിന്റെ അകത്ത് ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ വാരിക്കൂട്ടി ഇടുക. ഇങ്ങനെ കുറേ ഇട്ടുകൊണ്ടിരിക്കുക അമ്മച്ചി. കുറേ ആളുകൾ വന്നുകൊണ്ട് ഈ സ്ഥലത്ത് തന്നെയാണ് കുറേ ആൾക്കാർ വന്നുകൊണ്ട് ഇങ്ങനെ അമ്മച്ചിയുടെ മുമ്പിൽ ഇരിക്കുക. അമ്മച്ചി ഇങ്ങനെ കുടത്തിലോട്ട് എന്തോ പെറുക്കിടുക. അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചു, എൻ്റെ സഹോദര, ഞാനൊരു പിതാവിനോട് ചോദിച്ചു, ഈ സഹോദരി കാഴ്ച കാണുക, ഒരമ്മച്ചി കുടത്തിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഒരു സംഭവം, അരി പോലത്തെ സാധനം എന്തോ ഇട്ട് ഇങ്ങനെ ഇടുക. ആൾക്കാർ വന്ന് അവിടെ നിന്ന് എന്തോ മേടിച്ചുകൊണ്ടും പോകുന്നു. ഉടനെ ഈ പെട്ടെന്ന് പുള്ളി പറയുക, ഞങ്ങളുടെ വല്യമ്മച്ചിയാന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ എന്തോ ഇച്ചിരി പ്രായമുള്ള കുറച്ച് ജനറേഷൻ പുറകോട്ടാ. ഞാൻ ചോദിച്ചു എന്നാ പരിപാടി? ഉടനെ പുള്ളി കുറച്ചു പമ്മിയിട്ട് പറഞ്ഞു, അമ്മച്ചി ഭയങ്കര കൂടോത്രക്കാരിയായിരുന്നു. കണ്ടോ, കൂടോത്രം ചെയ്തുണ്ടാക്കിയതാണ് ഈ മുഴുവൻ ബിൽഡിങ്ങുകളും. കണ്ടോ, അമ്മച്ചി എന്ത് ചെയ്യാ? അമ്മച്ചി പോയി. അമ്മച്ചി പോയെങ്കിലും ഈ സാധനം അവിടെയുണ്ട്. ഈ ഉണ്ടാക്കിയത് മൊത്തം എന്ത് ചെയ്തു? അടുത്ത തലമുറയെ കയറി തിരിച്ചു വന്നിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? പേടിക്കാൻ പറഞ്ഞതല്ല, ഒറ്റ സൊല്യൂഷൻ. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ദൈവാത്മാ പ്രാർത്ഥിക്കാൻ നീങ്ങുന്നു തോന്നുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ഉള്ളിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയാം, ഒരു സാധനം അവിടുന്ന് മാറ്റണം. ഞാൻ ചോദിച്ചു, ബ്രദറെ ആ കട്ടിലടി എന്നാ ഉള്ളത്? അപ്പൊ പറഞ്ഞു, പണ്ട് അമ്മച്ചിയെ കടന്നൊരു കട്ടില അത്. അപ്പം പറ അതിൻ്റെ അടിയിൽ എന്തോ ഉള്ളത്? അവർക്ക് പേടിയാ, വല്ല അണലിയോ മൂർഖനോ വല്ലതും കാണും. അപ്പൊ അതിൻ്റെ അടിയിൽ എന്തോ ഉണ്ട്. ഞാൻ വിശ്വാസത്താൽ മനസ്സിന്റെ അകത്ത് ഭയം വന്നെങ്കിൽ, ഇയാൾ പറഞ്ഞ പോലെ തന്നെ പാമ്പോ വഴുതാരയോ വല്ലതും ഉണ്ടെങ്കിലോ, ദൈവാത്മാവ് പറഞ്ഞു കൈയിടാൻ പറഞ്ഞു. കൈയിട്ട് അതിൻ്റെ അകത്തൊന്നും ഈ കുടവ കറക്റ്റ് കിട്ടിയത്. ഇതെടുത്ത് പുറത്തെടുത്തപ്പോഴേക്കും ബാധ വിട്ടൊഴിഞ്ഞു. കണ്ടോ, സകല അവകാശവാദങ്ങളും ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോയി. കൊച്ചിന് ഒരു കുഴപ്പമില്ല, സൗഖ്യമായി. കണ്ടോ, ഞാൻ പറഞ്ഞ കാരണം വേറൊന്നുമല്ല, ദൈവത്തിനറിയാം എവിടെയാണ് ബ്ലോക്കെന്നും. വിശ്വാസ ജീവിതം നമ്മൾ ഈ കാണുന്ന പോലെയൊന്നും അല്ല. ഈ ഹല്ലേലൂയ സ്വോത്രം മാത്രമല്ല പറയുക. ഞായറാഴ്ച കൂടി സങ്കീർത്തനം കേട്ട് സ്വോത്രം പറഞ്ഞ് വരുന്ന പരിപാടിയൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളെ ആക്സസ് ചെയ്യുവാൻ സ്പിരിച്വൽ ഡൈമെൻഷനുകളുണ്ട് ഒത്തിരി. നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പലതിനെയും. ആത്മകണ്ണുകൾ പ്രകാശിക്കുന്ന മേഖലകളുണ്ട്. ഇതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പലതും മനസ്സിലാകുന്നില്ല. നമ്മൾ പറയും ദൈവം തന്ന രോഗമാണ്, സ്വോത്രം അങ്ങ് പിടിച്ചോണ്ടിരിക്കും വിടാതെ. ഇവിടെ നോക്കിക്കേ, അങ്ങനെ ദൈവം രോഗം തരുന്നതെങ്കിൽ ഇരമ്യാവിൻ്റെ അകത്ത് പറയത്തില്ല ഞാൻ രോഗശാന്തി വരുത്തുമെന്ന്. ദൈവം തന്നെ രോഗം തന്നിട്ട് തമ്പുരാൻ പറയാ, ഞാൻ ആ രോഗം തന്നത്, ഞാൻ തന്നെ സൗഖ്യം തരും. ഞാൻ രോഗം തന്നത്, ഞാൻ തന്നെ ആരോഗ്യം തരും. എന്തിനാ അങ്ങനെ പറയുന്നത്? ഇത് പാപം നിമിത്തമാ പ്രിയരെ ഇതെല്ലാം വരുന്നത്. നമ്മുടെ ബോഡിക്ക് വീണ്ടെടുക്കപ്പെടാത്തത് കൊണ്ടാണ് ഇപ്പോഴും വേദന വരുന്നത്. പക്ഷെ അതിനെ ക്യാൻസൽ ചെയ്യുവാൻ, മോർട്ടിഫൈ ചെയ്യുവാൻ അകത്ത മനുഷ്യരിൽ പരിശുദ്ധാത്മാവിനാൽ ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഉപയോഗിക്കുക നിങ്ങളുടെ അഭിഷേകത്തെ. നിങ്ങളുടെ അഭിഷേകത്തെ ഉപയോഗിച്ച് കേറിവാ ഇങ്ങോട്ട്. അതുകൊണ്ടാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും പറയാൻ കാരണം. ഇപ്പൊ മനസ്സിലായോ? അന്യഭാഷയുടെ വ്യാഖ്യാനങ്ങളുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട് വെതറെ. ഞാൻ ഈ പ്രാർത്ഥന ഇതിലോട്ട് വിശ്വാസത്തിലോട്ട് വന്നിട്ട് ഇപ്പൊ 2-3 വർഷത്തോളമായി. എന്റെ മകൻ അന്ന് മുതലുള്ള കുടി ഇതുവരെ കുടിക്ക് ഒരു കുറവുമില്ല. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്കിനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കൈക്കൊള്ളുന്നില്ലേ എന്ന് കുടിക്കും പറയും തോറും കുടി നിർത്തും, പിന്നെയും തുടങ്ങും, പിന്നെയും കുടി നിർത്തും, പിന്നെയും തുടങ്ങും. ഇപ്പോഴും തന്നെ 1 മാസം കുടിക്കാതിരുന്ന് വെച്ച് വീണ്ടും നല്ല വമ്പരിയായി കിടക്കുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഈ മദ്യപാനത്തിന്റെ ദുരാത്മാക്കളുണ്ട്, അറിയാവോ? മദ്യപാനത്തിന്റെ. ഞാൻ ഭയങ്കര ഒരു മദ്യപാനിയായിരുന്നു വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സാക്ഷ്യം. ഒറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് എൻ്റെ നിന്നു. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ലോകപാപമോഹങ്ങൾ ഒറ്റ രാത്രി. ഇന്നും എനിക്ക് കൗതുകമാണ്, ഇന്നും അത്ഭുതമാണ് ആ രാത്രിയിൽ എന്തു സംഭവിച്ചു. പലപ്പോഴും ഞാൻ എപ്പോഴും ഇരുന്ന് ചിന്തിക്കും, കർത്താവ് ആ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാ ടെൻഡൻസി വിട്ടുപോയത്?
മദ്യപാനത്തിന്റെ ദുരാത്മാവ് വിട്ടുപോയാൽ ടെൻഡൻസി പോവും. ആസക്തി കൊണ്ടുവരുന്ന ആത്മാവുണ്ട്. അല്ലാതെ മദ്യപിക്കുന്നവർ ഒരിക്കലും മദ്യപാനം ഇഷ്ടമുള്ളതുകൊണ്ടല്ല. ഈ കയ്പുള്ള ഈ വെള്ളം ഞാൻ മദ്യപിച്ചുകൊണ്ട് പറയാൻ പറ്റും, ഒരു മധുരവും ഇല്ല ഇതിന്. മാറയിലെ വെള്ളം കുടിക്കുന്ന പോലെയാ, കയ്പാണിതിന്, ഒരു ചൊവയും ഇല്ല. അതിനകത്ത് എത്ര മധുരം വിട്ടാൽ അതിന് മധുരം കിട്ടത്തില്ല. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് പറയുക. ഇതെങ്ങനെ ഇഷ്ടപ്പെടുന്നു കണ്ടോ? കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുവല്ല. ഇത് കൊതിയോടെ മദ്യപാനികൾ മേടിക്കുന്നത് കണ്ടുണ്ടോ? ഇതാണ് ദുരാത്മാവ്. ഈ മദ്യപാനികളുടെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കളുണ്ട്. ഇതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇവരുടെ ശരീരത്തെ ദണ്ണിപ്പിച്ചുകൊണ്ടിരിക്കുക. രക്തസ്രവക്കാരിയെ ദണ്ണിപ്പിച്ചതുപോലെ ദണ്ണിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ റൂട്ടിനെ ബ്രേക്ക് ചെയ്യണം. മനസ്സിലായോ? ഇത് എവിടുന്ന കേറുന്നത്? നമ്മൾ പറയാം മദ്യപാനം മാട്ടെ. ഞാൻ പറഞ്ഞില്ലേ 6000 ഭൂതവള്ള മദ്യപാനത്തിന്റെ ദുരാത്മാവുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞ അവസാനം പ്രാർത്ഥിക്കാവേ. 6000 ഭൂതമുള്ള ആ നാട്ടിലെ മനുഷ്യന്റെ നാട്ടുകാർ പറഞ്ഞു ഭ്രാന്തൻ എന്ന് പറഞ്ഞു. ആ ഭ്രാന്തനായ മകന്റെ അമ്മ എല്ലാ ദിവസവും ഭ്രാന്ത് മാറാൻ വേണ്ടി ഗുളിക കൊടുക്കുക, ഭ്രാന്ത് മാറുന്നില്ല. വൈദ്യന്മാര് മരുന്ന് കലക്കി കൊടുക്കുക, ഭ്രാന്ത് മാറുന്നില്ല. യേശു വന്ന് ഭൂതത്തെ ഒഴിച്ചപ്പോഴേക്കും സൗഖ്യമായി. കണ്ടോ? ഇപ്പൊ ഇത്രയും നാളും കഴിച്ച മരുന്ന് എന്തിനു വേണ്ടി? ഇല്ലാത്ത ഭ്രാന്തിന്റെ മരുന്ന. ഭ്രാന്തല്ലായിരുന്നു, അത് ദുരാത്മാവായിരുന്നു. കണ്ടോ? മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മദ്യപാനം മാറുന്നില്ല, ദുരാത്മാവിനെ ബന്ധിക്ക്. ഇതേപോലെ നമ്മൾ ആദ്യം നിങ്ങളുടെ ആത്മ മനുഷ്യനെ, അതാണ് പറഞ്ഞത്, സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കണം. കാണുന്ന ദൈവദാസന്മാരെല്ലാം വിളിച്ച് മടുത്തില്ലേ? ഇനി ലാസ്റ്റ് പറയുന്ന അവസാനിപ്പിക്കാം. സ്പെഷ്യൽ കോളിങ്ങിനെ പറ്റി പറയാം. സ്പെഷ്യൽ കോളിങ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത വിഷയം വേറൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ, കാരണം സ്പിരിച്വൽ റാങ്കിങ്ങുകളുണ്ട്. ആത്മീക വർധനവുണ്ടായ 2 തരം വിളിയുണ്ട്. ഒന്ന്, വിളികളെ ജ്വലിപ്പിക്കുന്നവരുണ്ട്, ദൈവദാസന്മാര്. അവർക്ക് ലഭിച്ച വിളിയെ ജ്വലിപ്പിക്കുന്നവരുണ്ട്. പൗലോസ് പറഞ്ഞതുപോലെ എൻ്റെ കൈവെപ്പിനാൽ നിന്റെ അകത്തിരിക്കുന്ന കൃപാവരങ്ങൾ, പ്രവചന വരത്തെ ജ്വലിപ്പിക്കണം. നമ്മുടെ എറണാകുളത്തെ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു കേട്ടില്ലായിരുന്നു? എറണാകുളത്ത് വെച്ച് നമ്മൾ കൈവെപ്പ് ശുശ്രൂഷ ഉണ്ടായിരുന്നു. ആ കൈവെപ്പ് ശുശ്രൂഷയിൽ കോട്ടയത്ത് പാലയിലുള്ള സഹോദരി മീറ്റിങ്ങിനുണ്ട്. കൈവെപ്പ് ശുശ്രൂഷ കിട്ടി. ആ സഹോദരിയിലൂടെ രോഗസൗഖ്യം വെളിപ്പെടാൻ തുടങ്ങി. അതായത് ഉപയോഗിക്കപ്പെടുന്ന ഒരാളുടെ കൈവെപ്പ് കിട്ടിയാൽ ആ കൈവെപ്പിലൂടെ ഒരു പകർച്ച ഉണ്ടാവും. ആ കൈവെപ്പിലൂടെ പകർച്ച എന്തൊക്കെയാണ് അദ്ദേഹം ഉപയോഗിക്കപ്പെടുന്നത്, ആ മേഖലയിൽ ഉപയോഗിക്കപ്പെടാൻ പറ്റും. അതേപോലെ സ്പിരിച്വൽ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഇപ്പൊ പിശാച് വന്നിട്ട് കൈവെപ്പ് മേടിച്ചാൽ കിട്ടുമോ? ഇല്ല. അത് പകരപ്പെടുന്ന ഒരു രീതിയുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരാളുടെ മേലെ അത് പകരപ്പെടും. ആമേൻ. നോക്കിക്കേ. അപ്പൊ അങ്ങനെ അവിടെ ദൈവദാസന്മാരെ കുറ്റം പറയാൻ കാരണം, ഈ അഭിഷക്തന്മാരെ കുറ്റം പറയുമ്പം അവരിരിക്കുന്ന ഒരു സ്പിരിച്വൽ റാങ്ക് ഉണ്ട്. അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ ദൈവത്തിന്റെ പ്ലാനിന് വിരോധമായി കുറ്റം പറയുക. ആമേൻ. എന്നും പറഞ്ഞ് ദൈവദാസന്മാര് കുറ്റം ചെയ്താൽ സപ്പോർട്ട് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അല്ല. ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ട് പറയാം ഞാൻ ദൈവദാസനാ, എനിക്കത് കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് അടി കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കാര്യമില്ല. പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. അവരെ കർത്താവിലേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ കുറ്റം ഷെയർ ചെയ്ത് പോകരുത് അങ്ങോട്ട്. ഞാൻ ഒത്തിരി പേരുടെ കുറ്റം കേൾക്കുന്നയാളാണ്, ദൈവദാസന്മാരുടെ. ഇന്നേ വരെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ദൈവകൃപയാകട്ടെ. എനിക്കറിയാം ഷെയർ ചെയ്താൽ പിന്നെ നിഖിൽ ബദർ പറഞ്ഞു അങ്ങനെ എങ്ങനെയാണ്, കണ്ടോ, അങ്ങനെ അങ്ങ് പോകത്തുള്ളൂ. അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ പറയും ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ആ വ്യക്തി ഇന്ന പോലെയൊക്കെയാണ്. അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ റാങ്കിങ് ഉണ്ട്. ആമേൻ. അപ്പൊ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തവർ കൈവച്ചാൽ നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത വിഷയങ്ങൾ ചിലപ്പോൾ ആ വ്യക്തി പ്രാർത്ഥിച്ചാൽ മാറും. കാര്യം അദ്ദേഹത്തിൻ്റെ അകത്തൊരു എക്സ്ട്രാ ഫെയ്ത്തിനെ ബിൽഡ് ചെയ്തെടുത്തിരിക്കുക. അവിടെയാണ് ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് കോളിങ്ങുകൾ, പ്രവാചക വിളികളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് കിട്ടാത്ത വിഷയത്തിൽ പ്രവാചകം വന്ന് പ്രാർത്ഥിച്ചാൽ വെളിപ്പെടും. പ്രൊഫറ്റിക്കൽ കോളിംഗ് ഉള്ളവർക്ക് അത് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഡിഫറെന്റ് കോളിങ്ങുകളാണ്. ഞാൻ പലപ്പോഴും പറയുന്നുള്ളതുകൊണ്ട് പിന്നെ പറഞ്ഞു. ഇപ്പം എത്ര പേർക്ക് അത് മനസ്സിലായി? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കേട്ടിട്ട്, ഇത്രയും കേട്ടിട്ട്, ഈ 4 ക്ലാസ് കേട്ടിട്ട്? മനസ്സിലായി ബ്രദറെ. സ്വന്തം വേറെ ഡൗട്ട് ഒന്നും ഇല്ല. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡൗട്ട് ചോദിക്കാവുള്ളേ. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രദറെ, അപ്പൊ നമ്മളിൽ ഉള്ള രോഗം അപ്പൊ ദുരാത്മാവാണോ? സിസ്റ്റർ, രോഗത്തിന് ഞാൻ പറഞ്ഞത്, രോഗം എന്നുള്ളത് ദുരാത്മാവ് മാത്രമല്ല. നമ്മളെ ശരീരം എന്നുള്ളത് വീടെടുക്ക വിട്ടിട്ടില്ല. ബൈബിൾ ദാവീദ് പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു.
അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഇപ്പോഴും എന്തുണ്ട്? തേജസ്കരം നടന്നിട്ടില്ല. വീണ്ടും ജനനം അകത്ത് നടന്നു. അതാണ് നിക്കോദിമോസ് ചോദിച്ച, കർത്താവ് ഞാൻ ഇനിയും എന്റെ അമ്മയുടെ ഉദരത്തിലേക്ക് മടങ്ങിപ്പോട്ട് എങ്ങനെയാ ജനിക്കുന്നത്? ഇപ്പൊ യേശു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ വീണ്ടും പറഞ്ഞു വീണ്ടും ജനിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ ജനിച്ചത് അമ്മയുടെ ഉദരത്തിലേക്ക് പോയതാ. പക്ഷെ ആത്മാവിന്റെ ജനനത്തെപ്പറ്റി യേശു പറയുന്നത്, ആത്മാവിൽ ജനിച്ചവര് നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണം? ഓരോ ദിവസവും മോർട്ടിഫൈ ചെയ്യണം. ഇന്ന് രോഗമുള്ളവർ പറയണം, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതായത് നിങ്ങളുടെ അകത്ത മനുഷ്യന്റെ അഭിഷേകത്തെ കൊണ്ട് പുറമെയുള്ള രോഗശക്തിയെ പിടിച്ചടക്കുക. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവരാൻ കഴിയത്തില്ല. അപ്പൊ ശരീരത്തെ നോക്കിയിട്ട് പ്രവചിക്കണം, എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, രോഗത്തിരിക്കാൻ പറ്റത്തില്ല. അന്യഭാഷ വരം എന്റെ വിശ്വാസത്തെയും ആത്മമണ്ഡലങ്ങളെ എന്നെ കൂടുതൽ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? അപ്പൊ അന്യഭാഷ വരം ആഗ്രഹിക്കണം, അന്യഭാഷ പ്രാർത്ഥനകളിൽ പങ്കുചേരണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊതിയോടെ പോയി രക്തം ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അന്യഭാഷ ഇല്ല എനിക്ക്, പക്ഷെ ഞാൻ അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. ആ ദേവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ പെടുന്നു കണ്ണടച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ എനിക്കും കിട്ടിയ അന്യഭാഷ കണ്ടോ? ഹല്ലേലൂയ. മറ്റേതെങ്കിലും സംശയമുണ്ടോ? രോഗമെല്ലാം ദുരാത്മാവല്ല കേട്ടോ. ബ്രദർ, പറഞ്ഞു. അന്യഭാഷ പറയുമ്പോ അത് ഇന്ന വചനത്തിനാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇന്ന വചനത്തിലാണോ? ഇന്ന വചനമാണ് പറയുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും അന്യഭാഷ? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ കൊച്ചിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അപ്പൊ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചിന്റെ ഭാവിക്ക് വേണ്ടി ഏതെങ്കിലുമൊക്കെ രീതിയിൽ, ഇപ്പം ഉദാഹരണം പറയാം, വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു. ആ സമയത്ത് ഞാൻ കടഭാരം മാറാൻ വേണ്ടിയുള്ള വചനം ഒരു കാര്യമുണ്ടോ? എന്റെ ദൈവം എന്റെ ബുദ്ധിമുട്ടൊക്കെ മാറ്റത്തോടെ. അപ്പം ആ വചനവുമായിട്ട് ചേർന്ന് കണ്ടുപിടിക്കണം. അതാണ് ബൈബിള് വായിക്കണം. എന്റെ വിഷയമായിട്ട് ഞാൻ ചോദിച്ചേ, അപ്പൊ നമ്മൾ പറയുന്ന അന്യഭാഷ ഞാൻ പറയുന്ന വചനമാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ വചനം പറയുന്ന അന്യഭാഷ അത് വചനമാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? എനിക്ക് മനസ്സിലായ സിസ്റ്റർ ക്വസ്റ്റ്യൻ. അന്യഭാഷയും സിസ്റ്റർ പറയുന്ന വചനവും തമ്മിൽ ചേരുന്നുണ്ടോ? അന്യഭാഷ പറയും, ഞാൻ അന്യഭാഷ പറയും. സിസ്റ്റർ ചോദിക്കുന്നത്, സിസ്റ്റർ പറയുന്ന അന്യഭാഷ അവരുദ്ദേശിക്കുന്ന വചനം തന്നെയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നാണ്. അത് ഞാൻ പറഞ്ഞ സിസ്റ്ററെ, ഇപ്പൊ സിസ്റ്റർ ആദ്യം ചെയ്യേണ്ടത് അന്യഭാഷ പറയുകയും വചനം പറയുകയും അന്യഭാഷയുടെ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇപ്പൊ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കി എല്ലാം ആക്റ്റീവായി വന്നോളും. ആദ്യം നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അന്യഭാഷയും വചനം തമ്മിൽ ചേർക്കാൻ നോക്കണ്ട. വചനം പറയുക, അന്യഭാഷ പറയുക. നമ്മുടെ അകത്ത മനുഷ്യനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി. ഞാൻ ചോറുണ്ടെങ്കിൽ വെള്ളം കുടിക്കുകയും ചെയ്യുന്നു. ചോറ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന വെള്ളം കുടിക്കാതിരുന്ന എന്നാ സംഭവിക്കും? ദഹനം നടക്കത്തില്ല കറക്റ്റായിട്ട്. ഇത് തന്നെ നമ്മൾ ഈ അന്യഭാഷ പറയുന്നതിനിടയ്ക്ക് നമുക്ക് വചനം കിട്ടും. അന്നേരം അത് ആ അന്യഭാഷയുടെ പൊരുളാന്നോന്നറിയാന് ചിലപ്പോൾ പൊരുളായിരിക്കാം. ഇനി അങ്ങനെ വചനം കിട്ടിയാൽ ആ വചനം കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം. വചനം അയക്കുക എന്നതിന് പറയുന്നത്. വചനം അയച്ചുകൊണ്ടിരിക്കണം. അപ്പം കണ്ടിന്യൂസ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ചത്തെ മീറ്റിങ്ങില്, നമ്മുടെ ശനിയാഴ്ചത്തെ അതിനകത്ത് എന്റെ മോന് വേണ്ടിയിട്ടൊരു ആലോചന പറഞ്ഞായിരുന്നു അതിനകത്ത്. അപ്പൊ അത് യൂട്യൂബിൽ കിട്ടുന്നില്ല. അത് കിട്ടിയിട്ടില്ല. ഞാൻ അജിത സിസ്റ്ററോട് പറഞ്ഞായിരുന്നു, അത് കിട്ടിയിട്ടില്ല. സിസ്റ്റർ, ഞാനതാ പറഞ്ഞത്, ഈ ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചത് എനിക്ക് അറിയത്തില്ല. യൂട്യൂബിൽ ചില കാര്യങ്ങൾ അപ്ലോഡ് ആകുന്നില്ല. ചില സമയങ്ങളിൽ ലൈവ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കി, മിനിഞ്ഞാത്ത റെക്കോർഡിങ് കറക്റ്റ് ആയില്ലായിരുന്നു. റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അത് മിസ്റ്റേക്കിൽ റെക്കോർഡിങ് വീണില്ലായിരുന്നു. അതിന് മുമ്പത്തത് എനിക്കറിയത്തില്ല, ലൈവ് പോയിരുന്നാണ്, ലൈവ് കണ്ടതാണ് എല്ലാവരും. പക്ഷെ അതിനുശേഷം ആ വീഡിയോ അപ്രതീക്ഷിതമായിപ്പോയി. അങ്ങനെ പല വീഡിയോകളും ലൈവിൽ നിന്ന് അപ്രതീക്ഷിതമായി പോകുന്നുണ്ട്. അതെന്താ സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല. അത് ഇനിയിപ്പം വുമൻസ് മീറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ചില വീഡിയോസ് മിസ്സാകുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന്, ലൈവ് പോകുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ കഴിയുമെങ്കിൽ ഈ ലൈവിൽ സൂമിൽ തന്നെ കൂടാൻ ശ്രമിക്കുക. ചിലപ്പോൾ എനിക്കറിയത്തില്ല, നമുക്ക് ദിവസവും കൃപയാൽ ഈ വീഡിയോ ഉള്ളത് കൊണ്ട് 100 കണക്കിന് വീഡിയോസ് ഇപ്പം നോക്കി, ഇപ്പോൾ 1 വർഷം എടുത്താൽ ദിവസവും വീഡിയോ പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ പുറകെ പോയി ഏത് സമയത്തെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങളത്, ഞാൻ എല്ലാ ദിവസവും ഡേറ്റ് ഇടുന്നുണ്ട്. ഞാൻ കേട്ടു. ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചു തന്നില്ലേ, ഇവിടെ ചോറിന്റെ മോള് സൂര്യൻ ഉദിച്ചു വരുന്ന, അത് അതെന്റെ മോൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു. ആ വീഡിയോ വേണ്ടത് സിസ്റ്റർക്ക്. പക്ഷേ ഇന്നലത്തെ ആത്മാവിന്റെ നടത്തിപ്പാണോ? അത് യൂട്യൂബിലുണ്ടല്ലോ പക്ഷേ. ഇന്നലത്തെ ഇല്ല സിസ്റ്ററെ. ഇല്ല, ഞാൻ ഇന്ന് കണ്ട് ആത്മാവിന്റെ നടത്തിപ്പെന്ന് പറഞ്ഞാൽ. ഇല്ല സിസ്റ്റർ, ഇല്ലില്ല, ഇന്നലത്തെ ഇല്ല.
ഇന്നലത്തെ ലൈവ് ഇല്ലായിരുന്നു. ഇന്നലെ ലൈവ് സൂമിൽ മാത്രം ഉള്ളായിരുന്നു. സാധാരണ റെക്കോർഡ് ചെയ്തിട്ട് സൺഡേ മീറ്റിംഗ് മാത്രം ലൈവ് ഇല്ല. സൺഡേ മീറ്റിംഗ് നമ്മൾ സൂമിൽ പോകുമ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഇന്നലെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഇന്ന് രാവിലെ ഞാൻ കണ്ടായിരുന്നു ആത്മാവിന്റെ നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് കൊടുത്തേക്കണത്. ഇല്ല സിസ്റ്റർ, അത് പഴയത് കയറി വരുന്നു. അത് പഴയത് കയറി വരുന്ന സിസ്റ്റർ, അത് പഴയത് കയറി വരുന്നു. പഴയ വീഡിയോ കയറി വരുന്നതാണ്. ഡേറ്റ് എപ്പോഴും നോക്കുക. ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അത് ഡേറ്റ് കാണും. അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അത് നമുക്ക് കയറി വരും. അത് നമ്മൾ വീഡിയോ കാണുന്നതനുസരിച്ച് കയറി വരും. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് നോക്കാം. നമുക്കിന്ന് കൃപാവര ശുശ്രൂഷയിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. രോഗികളായി ഭാരപ്പെടുന്നവരെ ഇനി ഏതെങ്കിലും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാനുള്ള അന്യഭാഷ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവശബ്ദം കേൾക്കാനുള്ള എബിലിറ്റിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. മറക്കരുത്. ഇതൊക്കെ കേട്ട ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഞാൻ എവിടെയാണ് ബ്ലോക്കായി കിടക്കുന്നത്, എവിടെയാണ് എൻ്റെ ബ്ലോക്ക്. ആ ബ്ലോക്ക് മനസ്സിലാക്കി ആ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് പലരും സാക്ഷ്യം പറഞ്ഞ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് അല്ലേ. ഇന്നാൾ പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന കാര്യം വെളിപ്പെട്ടു, ആ വെളിപ്പെട്ടപ്പോൾ തന്നെ അത്ഭുതം നടന്നു. അത്ര പേര് ഒത്തിരി സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതിന് കാരണം അവരുടെ ബ്ലോക്കുകളെ പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ട് ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഡെലിവറൻസ് ഉണ്ടാകുന്നത്. അതാണ് സാക്ഷ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിലും ചെയ്യാൻ പറ്റും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് യൂട്യൂബിലുള്ളവരെ, നിങ്ങൾക്ക് വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഈ സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. യൂട്യൂബിൽ കാണുന്നവർക്ക് അവിടെ കാണാൻ പറ്റുമായിരിക്കും ആ ഓപ്ഷൻ സൂപ്പർ ചാറ്റ് എന്നുള്ളത്. അതിലൂടെ നിങ്ങൾക്ക് പ്രസ് ചെയ്യുവാണെങ്കിൽ വിതയ്ക്കുവാൻ ആഗ്രഹിക്കും, പ്രത്യേകിച്ച് വിതയ്ക്കണം. 2026 നമുക്ക് ഒത്തിരി മിഷൻ ട്രിപ്പുകളുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ പ്രയർ സ്റ്റേഷൻ, നമ്മുടെ മെയിൻ പ്രാർത്ഥന ഇപ്പോൾ നടക്കുന്നത് കൊണ്ടാണ് പ്രയർ സ്റ്റേഷൻ നിർത്തിവെച്ചിരിക്കുന്നത്. ഇത് കഴിയുന്ന മുതൽ പലയിടങ്ങളിൽ പ്രയർ സ്റ്റേഷൻ വെക്കുന്നുണ്ട്. നമുക്ക് വിത ആവശ്യമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, വിതയ്ക്കണം. കർത്താവിൻ്റെ നാമത്തിൽ ഈ സുവിശേഷം അനേകിടങ്ങളിൽ എത്രയൊക്കെ ആഗ്രഹം. കർത്താവ് ഈ സത്യ സുവിശേഷം എല്ലായിടത്തും എത്രയൊക്കെ ആഗ്രഹമുണ്ട്, എത്രയൊക്കെ ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് പ്രാർത്ഥിക്കണം, ഷെയർ ചെയ്യണം. അതിലും മാത്രമല്ല വിതയ്ക്കുകയും ചെയ്യണം. ഇതെല്ലാം എൻ്റെ ഒരു പാർട്ടാണ്. ഇനി ബ്രദറെ, ഞാൻ വിതച്ചില്ലെങ്കിൽ നടക്കുമോ? വിതച്ചില്ലേലും നടക്കും. ഞാൻ നിങ്ങൾ ആരും വിതച്ചില്ലെങ്കിലും, ഒരു നന്മ പോലും, ഒരു പണം പോലും നിങ്ങൾ വിതച്ച്, ഒരു പൈസ പോലും വിതച്ചില്ലെങ്കിലും മിനിസ്ട്രി നടക്കും ഏറ്റവും ബെസ്റ്റായിട്ട്. പിന്നെ എന്തിനാ വിതയ്ക്കുന്നത്? എനിക്കതിൻ്റെ അകത്ത് കയറാനുള്ള ഒരു ഭാഗമാണ് വിത. എനിക്കും കൂടെ അതിൻ്റെ അകത്ത് ഭാഗമാകാൻ വഴിയും. ഞാൻ വിതയ്ക്കുന്നതിൻ്റെ ഒരു കസേര ഇട്ട് കഴിഞ്ഞാൽ അതെനിക്കും എൻ്റെ തലമുറയ്ക്കും ഒരു അനുഗ്രഹമാണ്. വചനം പറയുന്നു, വിതയ്ക്കുന്നവൻ കൊയ്യും. കണ്ടോ? കൊയ്യാനുള്ള ഒരവസരമാണ് വിത. അല്ലാതെ നിങ്ങളിപ്പം വിതച്ചത് കൊണ്ട് ബ്രദർ നടക്കത്തില്ല. വിതച്ചില്ലെന്നാൽ ഏറ്റവും നടക്കും, ഏറ്റവും ബെസ്റ്റായിട്ട് നടക്കും. ആമേൻ. വിതയ്ക്കുന്നത് നമുക്കും അതിനകത്ത് ഭാഗമാകാൻ വേണ്ടിയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ സമയത്തൊന്ന് നിങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് മീറ്റിങ്ങുകളാണ് നമ്മൾ ലൈവിൽ നടക്കുന്നത്. നേരിട്ട് ഈ ശുശ്രൂഷ അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ മാർച്ച് മാസങ്ങളിൽ, പ്രത്യേകിച്ച് പ്രയർ സ്റ്റേഷനുമൊക്കെ ഇതും പ്രയർ സ്റ്റേഷൻ നേരിട്ട് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതും വെർച്വലി നടക്കുന്ന മീറ്റിംഗ് ആണ്. പല ആൾക്കാരും ഇതിനെ രണ്ടായിട്ട് കാണും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വന്നവർക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പറ്റി, ദൈവത്തിൽ നിന്ന് ആ കർത്താവ് പ്രവർത്തിക്കുന്നത് അനുഭവിക്കാൻ പറ്റി. അതുകൊണ്ട് മിസ്സാക്കരുത്. ഓരോ ഡെലിവറൻസ് മീറ്റിങ്ങിൻ്റെ അകത്തും ഓരോ ടേണിംഗ് പോയിന്റ് ഉണ്ട്, സ്പിരിച്വൽ ഡയമെൻഷനുകളുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ വരുന്ന വ്യാഴാഴ്ച ഇന്ത്യൻ സമയം 11 മണി മുതൽ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. വൈകോളം പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി ആ പ്രാർത്ഥന 1 വർഷം നീണ്ടുപോലും സന്തോഷമാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് എവിടെ കൊണ്ട് ബ്രേക്ക് ചെയ്യുന്നു അവിടം വരെ പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പം വ്യാഴാഴ്ച, അടുത്ത നെക്സ്റ്റ് വ്യാഴാഴ്ച, ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, നെക്സ്റ്റ് തേഴ്സ്ഡേ നിങ്ങൾ രാവിലെ തന്നെ സൂമിൽ പങ്കുചേരുക. സൂമിലാണ് പ്രാർത്ഥന. വരാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. അത് മാത്രമല്ല ആത്മീക വർധന 19-ാം തീയതി അല്ലേ, ആത്മീക വർധനവുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ സ്പിരിച്വൽ രോഗസൗഖ്യങ്ങൾ നടക്കും. അന്യഭാഷ പറയുമ്പോൾ തന്നെ വിടുതലുണ്ടാകും. അത് ആഗ്രഹിക്കുന്നവരൊക്കെ പങ്കുചേരുക. അന്യഭാഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അന്നത്തെ ദിവസം പ്രാർത്ഥനയിൽ പങ്കുചേരാം. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു, മിനിയുടെ ഭവനത്തിൻ്റെ അകത്ത് ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച വ്യക്തി ഉള്ളത് ആരാ? ഒരു മിനിയുടെ ഭവനം ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചൊരു വ്യക്തി. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു ഒരു ബുക്കിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു പേപ്പർ
ആ പേപ്പറിന്റെ അകത്ത്, അതായത് എന്തോ ഒരു നോട്ട് ചെയ്തിരിക്കുന്ന ഒരു പേപ്പർ ഒരു ബുക്കിന്റെ അകത്ത് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. ആ വെച്ചിരിക്കുന്ന പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു മിറക്കിൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഏതാണോ ആ മിനിയുടെ ഭവനം, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ എന്റെ ഓഗസ്റ്റ് മാസം ജനിച്ച മിനിയ സിസ്റ്ററാണ് മിനി. ഓഗസ്റ്റ് മാസം ജനിച്ച മോളാണ്. ബ്രദറെ മോളാണ്. ഇൻ ദ നെയിം ഒരിക്കലാണ് ഒരു ബുക്കിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു പേപ്പർ, ആ ഒരു പേപ്പർ വർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു പേപ്പറിന്റെ അകത്ത് നോട്ട് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഒരു ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇത് റിലീസ് ചെയ്യുന്നു. സ്റ്റാമേൻ പറഞ്ഞ ദൂത് പിടിച്ച് ആ പ്രവചന ആലോചന ഡെലിവറൻസിൽ ഒന്ന് പിടിച്ച് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നന്മ കേറട്ടെ, വലിയൊരു ഒഴുക്കുണ്ടാകട്ടെ യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. സോജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവിനെ കാണിക്കുക. സോജന്റെ ഭവനത്തിന്റെ മേൽ ഞാൻ കാഴ്ച കാണുകയാ. ആ കുടുംബത്തിന്റെ അകത്തുണ്ടായിട്ടുള്ള ഒരു മരണം, സോജന്റെ ഭവനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മരണം, അടുത്ത വ്യക്തിയെ ഉന്നം വെച്ച് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക സോജന്റെ ഭവനത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സോജനുമായി ബന്ധപ്പെട്ടത് ആരാണോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുക. എല്ലാ സർക്കിളുകളെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ സോജൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ഭവനം യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ. സോജനുമായി അത് തന്നെ സോജനുമായി ബന്ധപ്പെട്ട ഭവനം ജീസസ് ക്രൈസ്റ്റ്. ആ ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിന്ന് പിടിച്ചോണം. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം വേർതിരിക്കാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. എന്റെ ഫ്രണ്ടിന്റെ മകളുടെ ഭർത്താവാണ് സോജു. അവരുടെ വീട്ടിൽ ദിവസം മരിച്ചിട്ടുണ്ട്. ആരാ മരിച്ചത്? ചേട്ടനാണെന്ന് തോന്നുന്നു. ചേട്ടനോ? ആ കുടുംബത്തോട് പറ വേഗത്തിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കോ, അല്ലെങ്കിൽ അവരെ വിളിച്ച് അറിയിക്കുകയോ ചെയ്യുക. ഞാൻ കൂടുന്നൊരു പ്രാർത്ഥനയിൽ വെളിപ്പെട്ടതാണ്. സോജന്റെ ഭവനത്തിൽ ഒരു മരണം നടന്നിട്ടുള്ള ഭവനമാണ്. അടുത്തത് ഉന്നം വെച്ച് നിൽക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇതിനെ അവരെ അറിയിക്കുക. കേറുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക്. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല. അത് പറ്റത്തില്ല സാഹചര്യമാണോ? സാരമില്ല. കുടുംബത്തിന്റെ അകത്ത് സ്വാതന്ത്ര്യം ഇല്ലാത്തവരുണ്ട്. എന്നാൽ സഹോദരി കേട്ടോ, മ്യൂട്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിലും സോജന വേണ്ടി പ്രാർത്ഥിച്ചോണം. അടുത്തത് ഉന്നം വെച്ച് നിൽക്കുവാന്ന് പറഞ്ഞു. പക്ഷെ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് ആമേൻ പറഞ്ഞ് മ്യൂട്ട് മാറ്റാൻ പറ്റത്തില്ലെങ്കിലും ആമേൻ പറഞ്ഞ് പിടിച്ചോണേ. ഇന്ന് ദൈവം ആ കുടുംബത്തിന്റെ മേൽ അനർത്ഥത്തെ അഴിക്കുക യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ബ്ലസ് ചെയ്യുന്നു. കർത്താവ് തീ ഇറങ്ങട്ടെ, അഭിഷേകത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ, എല്ലാ നുഖങ്ങളും ഓടിയട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ചുരുകും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. എന്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നല്ലപ്പ ജീസസ്. എല്ലാരും പ്രാർത്ഥിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹല്ലേലൂയ. എന്നുള്ളത്തിൽ കർത്താവ് ഒരു കുടുംബത്തെ കാണിക്കുകയാണ്. ഞാൻ ആ വീടിന്റെ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നെ അങ്ങനെ ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കും. ഞാനിപ്പോൾ ആ വീടിന്റെ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. റൈറ്റ് സൈഡിലുള്ള ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ആ വീടിന്റെ അകത്ത് എന്നോടുള്ളത് പറഞ്ഞ വീട് ഒരു കല്യാണിയുടെ വീടാണ്. താമസിക്കുന്ന വീടല്ല. ഈ താമസിക്കുന്ന ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയ വലതുവശത്തിരിക്കുന്ന ഭവനം കല്യാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭവനമാണ്. ഇന്ന് ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കുടുംബത്തിന്റെ മേൽ
കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുകയും ആ കുടുംബക്കാരെ തൊടുന്ന രീതിയിൽ കർത്താവിൻ്റെ ഒരു സാക്ഷ്യമായി ദൈവം വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഈ അടയാളം വെളിപ്പെട്ട് നിൽക്കുന്ന ഭവനം ഏതാണോ, ഏത് കുടുംബത്തിലാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ആലോചനയെ ആമേൻ പറഞ്ഞ് എവിടെ ഇരുന്നുകൊണ്ടാണോ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റുക, ആമേൻ പറയുക, ഏറ്റെടുക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ കർത്താവെ, ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പുതുവഴി തുറന്നു വരട്ടെ കർത്താവിന്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ. ആമേൻ. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. അനാവശ്യമായിട്ട് മൈക്ക് മ്യൂട്ട് മാറ്റി വെച്ചവര് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ വീണ്ടും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. നാളുകളായിട്ടുള്ള ബ്ലോക്കുകൾ കുടുംബത്തിൽ നിന്ന് മാറിപ്പോട്ടെ. വർഷങ്ങളായിട്ടുള്ളത് കർത്താവെ, ഭവനങ്ങളുടെ മേൽ ഇന്ന് അവരുടെ തടസ്സമായി നിൽക്കുന്നത് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആദ്യമഹത്വമായ വിശ്വാസം ഈ ദിവസങ്ങളിൽ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ അകത്തേക്കൊരു തീ കത്തട്ടെ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ തീ എന്ന് പറയുന്ന താഴെഴുതി തീ കൂട്ടി ഒരു വീട്ടുപേരനെ കാണിക്കുക. തീക്കോയി, അങ്ങനെ ഒരു തീക്കോയി എന്ന് പറഞ്ഞ ഒരു പേര് പോലെ ഞാൻ കാണുക. തീയിൽ ആരംഭിക്കുന്നത് അങ്ങനത്തെ ഒരു വീട്ടുപേര് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ആ പേരുമായിട്ട് ബന്ധപ്പെട്ട, ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, നാളുകളായിട്ട് മുറുക്കി പിടിച്ച് വെച്ചിരിക്കുന്ന, അതായത് ഭയങ്കരമായ പ്രഷറിൻ്റെ അകത്ത് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ കുടുംബത്തിലെല്ലാവരും ഭയങ്കര പ്രഷറിൽ നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് അതിൽ നിന്ന് റിലീസ് ആകുക. ഇന്ന് ഏത് ഭവനമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുക. കർത്താവിൻ്റെ അത്ഭുതകരം ഇന്ന് കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ കർത്താവെ, ആ ഭവനങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, നന്മ നിറയട്ടെ ഇന്ന് കർത്താവെ. ബാക്കി എല്ലാവരും മയക്കി ആ കൂട്ടി തെക്കേപ്പറമ്പെന്നാ വീട്ടുപേര്. ഈ തീ കൂട്ടി തീ കൂട്ടി ആരംഭിക്കുന്നത്, തീ കൂട്ടി ആരംഭിക്കുന്ന ഒരു പേരാ. ആ പേരിൽ ആരംഭിക്കുന്ന ഒരു ഭവനമ കാണിക്കുന്നത്. സൂമിലായിക്കോട്ടെ. എന്റെ വീട്ടുപേര് THE തുരുത്തേൽ. തുരുത്തേൽ. സിസ്റ്റർ, ഈ തീ എന്നാണ് മലയാളത്തിൽ വരുമ്പോൾ എടുക്കുന്നത്. മലയാളത്തിൽ ഞാൻ എഴുതി കാണിക്കുന്നത് തീ കൂട്ടിയാ വരുന്നത്. തൂ അല്ലേ മലയാളത്തിൽ വരുമ്പോ? അങ്ങനെ വരുമ്പോഴേക്കും തീ തുടങ്ങുന്ന പേരാ. എന്റെ വീടിന്റെ പേര് തേറുള്ളിൽ. സിസ്റ്റർ, THE ഇംഗ്ലീഷിലും വരും, മലയാളത്തിൽ വരുമ്പോ താ എഴുതിയിട്ട് തീ. ബ്രദറെ, എന്റെ മോടെ വീടാ, കല്യാണം കഴിച്ചു വിട്ട വീടാ, തീമ്പള്ളി. തീമ്പള്ളി. അത് തന്നെ, തീ കൂട്ടിയാ വരുന്നത്. തീമ്പള്ളി. അതെ, തീമ്പള്ളി. അതാ ചോദിച്ചത്, തീ കൂട്ടിയാ പറഞ്ഞത്, തീമ്പള്ളി അല്ലേ. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ കുടുംബത്തിന് അത് ഭയങ്കര പ്രഷറിന്റെ അകത്ത് നിൽക്കുക. ഇന്ന് ഞാൻ ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്ന് വിടുതലാകട്ടോ യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഇന്ന് ആ കുടുംബത്തിന്റെ അകത്തുള്ള സകല ദുരാത്മ പ്രവൃത്തികളെയും ഞങ്ങൾ ആത്മാവിൽ വെട്ടിമാറ്റുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടന്റെ ആശ നശിക്കും. അവൻ പല്ല് കടി ചുരുങ്ങിപ്പോകും. ആ മകളെ അവിടെ വാഴിക്കത്തില്ലെന്ന് വാദിക്കുന്ന ദുഷ്ടപിശാശെ ഫലം കായ്ക്കട്ടെ. ആ മകള് മുഖാന്തരം കുടുംബത്തിന്റെ അകത്ത് ദൈവത്താലുള്ളൊരു അന്തസ്സ് അവിടെ ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നു. യേശുവേ, അങ്ങ് തൊടുന്നല്ലോ. കർത്താവേ, അങ്ങ് തൊടുന്നല്ലോ. അങ്ങ് അത്ഭുത മന്ത്രി എന്ന് ഞങ്ങൾ ഇപ്പൊ കാണും. ആമേൻ പറഞ്ഞ് അതിനെ പിടിച്ചു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ രത്നമ്മ എന്ന് പറയുന്ന ചേച്ചിയുള്ള വ്യക്തിയാ. രത്നമ്മ എന്ന് പറയുന്ന ചേച്ചിയുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ അകത്ത് രത്നമ്മ എന്ന് പറയുന്ന ഒരു ചേച്ചിയുള്ളത്. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം തൊടാൻ വേണ്ടി പോവാ. യേശുവേ, ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഏതാണോ ആ രത്നമ്മയായിട്ട് ബന്ധപ്പെട്ട കുടുംബം, ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവിന്റെ വലിയ പ്രവൃത്തി തൊടാൻ
ബ്രദറെ, രത്നമ്മ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയുടെ ഒരു മോള് 40 വയസ്സേ ഉള്ളു. അത് വാദം വന്ന് തളർന്ന പോലെ എഴുന്നേക്കാനും നടക്കാനും മേലാത്ത കിടക്കുന്ന എന്നാ കുടുംബത്തിന് വേണ്ടി ദൂത് പിടിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. ഇന്ന് കർത്താവ് എണീപ്പിക്കും. ആ എത്ര വയസ്സാണെങ്കിലും എത്ര കാലമാണെങ്കിലും ആ രോഗബന്ധനത്തെ ദൈവം അഴിപ്പിക്കും. ഈ പ്രവചനം പിടിച്ചിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു എന്നിലൂടെ കർത്താവ് ആ കുടുംബത്തെ വിടിവിക്കും. ആമേൻ പറഞ്ഞ ആലോചന സ്വീകരിച്ചു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇന്ന് ഈ സമയത്ത് ഈ അസ്ഥിക്കകത്ത് പ്രത്യേകിച്ച് ഇടിപ്പിന്റെ അവിടെയൊക്കെ വേദനയുള്ള ആൾക്കാരുണ്ടോ? ഇടിപ്പിന്റെ ഭാഗങ്ങളിൽ വേദനയാൽ അതികഠിനമായ വേദനകൾ ആ ഉണ്ട്. ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്ന് കർത്താവിനുള്ളത് പറയുന്നു. ആ കൈവച്ച് ഇന്ന് ഈ കൂട്ടത്തിൽ രോഗികളായി വേറെ ഉള്ളവരും കൈവച്ച്, ഇന്ന് ഇടിപ്പിന് വേദന ഉള്ളവരും അല്ലാതെ വേദന ഉള്ളവരും ഒക്കെ കൈവച്ച് ഇന്ന് അത്ഭുത സൗഖ്യം വ്യാപരിക്കാൻ വേണ്ടി പോവാ. റാഖേസി ആന്തരി 1981 ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കും. ഈ കൂട്ടത്തിൽ ഈ വേദന പറഞ്ഞതിൽ, ഇടിപ്പിന്റെ വേദന പറഞ്ഞതിൽ 81 ജനിച്ച വ്യക്തിയുള്ള കുടുംബം ഏതാ? ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ നിന്നൊരു ശക്തി ഇറങ്ങിപ്പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. മോന ജനിച്ചത് സിസ്റ്റർ ഈ വേദന പറഞ്ഞ കൂട്ടത്തിലുണ്ടല്ലേ? യേശുവേ നന്ദി. കർത്താവ് ഇന്ന് കൈയെടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിളിനെ കൽപ്പി പുതിയ അവയവം ഉണ്ടായി വരാൻ പോവുക. ആ പുതിയ ഞരമ്പുകൾ, പുതിയ അസ്ഥികൾ, പുതിയ മാംസം, പുതിയ അവയവങ്ങൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൈപിടിച്ച് ഏത് വേദനയാൽ ഭാരപ്പെടുന്നവരാണോ അവരും കൈവച്ച്. നടക്കാൻ കഴിയാത്തവരുണ്ട് പറഞ്ഞാൽ ഓടുമെന്ന് പറയാം യേശുവിന്റെ നാമത്തിൽ. ബൈബിൾ പറഞ്ഞവൻ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചു. ആര്? മുടന്തൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇതിന്റെ അകത്ത് ലോറൻസിന്റെ ഭവനത്തിന്റെ മേൽ, ലോറൻസിന്റെ തലമുറയുടെ മേൽ കർത്താവിന്റെ അത്ഭുത കരം വെളിപ്പെടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബം പിടിച്ചോണേ കർത്താവെ. ബ്രദറാ ഇന്ന് യേശുവിന്റെ നാമത്തിൽ പിടിച്ചോ. അത് കർത്താവിന്റെ അത്ഭുത കരം എന്ന് വെളിപ്പെടും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ കർത്താവെ വേദനയോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, ഇറങ്ങും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ലോകറമസ്യാന്തരി. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. യേശു പറ. യേശുവിന്റെ രോഗത്തെ വഹിച്ചു. യേശുവിന്റെ വേദന ചുമന്നു. കർത്താവിന്റെ അടിപ്പിണരാലേക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ വേദന എനിക്കുള്ളതല്ല, ഈ രോഗം എനിക്കുള്ളതല്ല, ഈ നാശം എനിക്കുള്ളതല്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേദനയോട് പറഞ്ഞ് ഇറങ്ങും. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശു എന്റെ രോഗത്തെ വഹിച്ചു. പറ. യേശു എന്റെ വേദന ചുമന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞങ്ങൾ രോഗശക്തി ഇറക്കുന്നു. ആ രോഗത്തിന്റെ ദുരാത്മാവിന്റെ പ്രവൃത്തിയെ ശരീരത്തിൽ നിന്ന് ഇറക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവരാജ്യം പ്രസംഗിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവം ഞങ്ങൾ അയച്ചിരിക്കുന്നു. അപ്പൊ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞവര് മാത്രം ഒന്ന് ചെക്ക് ചെയ്തേ. എന്തുവാ പ്രാർത്ഥിച്ചതിന് ശേഷം ഉണ്ടായ വ്യത്യാസം? ഒന്ന് ചെക്ക് ചെയ്തേ. അവര് മാത്രം ചെക്ക് ചെയ്തേ. പ്രാർത്ഥിച്ചവര് മാത്രം. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞെത്തവരുണ്ടെന്നുണ്ടായിരുന്നു. എനിക്ക് ആ വേദന ഉണ്ട് ശരീരത്തിന്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞവര് മാത്രം. ഇപ്പൊ എന്നാ പ്രാർത്ഥിച്ചപ്പോ എന്നാ വ്യത്യാസം? ഇവിടെ എടുപ്പിന് വേദന ഇപ്പൊ കുറവുണ്ട് പാസ്റ്റർ. ഈ ഒരു സൈഡില് വേദന കുറവില്ല. ഇപ്പൊ വേദന കുറവുണ്ട്. നേരത്തെ വേദനയായിരുന്നു. വേദന രണ്ട് സൈഡിലും എനിക്ക് ഞരമ്പിന്റെ വേദന ഉണ്ടാവും. ആ വേദന പോയി. വേദന മാറി. എനിക്ക് അങ്ങനെ തന്നെ. വേദനയ്ക്ക് വ്യത്യാസമുള്ളവര്, വേദന മാറാത്തവരല്ല. വേദനയ്ക്ക് ഇപ്പൊ എന്റെ നടുവിന് ഭയങ്കര വേദന. എനിക്ക് ഇരിക്കാനും വേദനിക്കാനും വേദന. ഇപ്പൊ നല്ല
പ്രാർത്ഥിച്ചപ്പോ നല്ല വേദന മാറി മാത്രേ. വേദന മാറി. സൗഖ്യമേ. കർത്താവെ അങ്ങ് സൗഖ്യമാ കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ഒന്ന് ചെക്ക് ചെയ്ത്. കുറവുണ്ടെങ്കിൽ കൽപ്പിച്ചോണം. പൂർണ്ണ സൗഖ്യം, പ്രവർത്തിക്കാൻ തുടങ്ങി സൗഖ്യം. ഇന്ന് കേട്ടതുപോലെ പൂർണ്ണ സൗഖ്യമാണ് അവകാശം. കുറവുള്ളവർ ഒന്നുകൂടെ കൈവച്ച് കൽപ്പിച്ച് അത്ഭുത സൗഖ്യം വ്യാപരിക്കാൻ വേണ്ടി പോവാം. അടുത്തയാള് ചെക്ക് ചെയ്ത്. ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് വലിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നവര് മാത്രം. പറഞ്ഞോ ബ്രദറെ, എനിക്ക് ഒരു മാസം മുമ്പായിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ചെന്ന് കിടന്നു കഴിഞ്ഞപ്പം ഞാൻ കൂടുതൽ ഇടതുവശം ചരിഞ്ഞാ കിടക്കുന്നത്. അങ്ങനെ ഇടതുവശം ചരിഞ്ഞ് കിടന്നിട്ട് എന്റെ കൈ ആണെങ്കിൽ അങ്ങനെ അങ്ങ് സ്റ്റക്കായിപ്പോയി. അപ്പം കൈ പൊങ്ങുന്നില്ല, വിരൽ അനങ്ങുന്നില്ല, അങ്ങനെ ആയിരുന്നു. അപ്പൊ അന്ന് മുതലേ ബ്രദറിന്റെ പ്രെയർ കേൾക്കുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ ഒരാഴ്ച കൊണ്ട് അത് പതുക്കെ മാറി. എങ്കിലും എനിക്ക് കൈക്ക് വേദനയും കൈ കൂടെ കൂടെ വിരലുകളെല്ലാം കോച്ചി പിടിക്കുകയൊക്കെ ചെയ്യും. ഇന്നും അതുപോലെ ഞാൻ പാത്രം എടുത്തോണ്ടിരുന്നപ്പോഴും എനിക്ക് അങ്ങ് തള്ളവിരലും എൻ്റെ മോതിരവിരലും കുഞ്ഞു വിരലും എല്ലാം അങ്ങ് കോച്ചി പിടിക്കുമായിരുന്നു. അപ്പൊ ഇന്നും അങ്ങ് വേദനയൊക്കെ ആയിരുന്നു. ഇപ്പൊ ബ്രദർ പറഞ്ഞപ്പം പ്രാർത്ഥിച്ചപ്പം എൻ്റെ കയ്യില് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ആ ഒരു വേദനയെല്ലാം അങ്ങ് മാറി. കൈയുടെ മുട്ടിനും എല്ലാം വേദനയായിരുന്നു. അങ്ങ് തോള് മുതൽ വേദനയായിരുന്നു. ഇപ്പൊ വേദന ഇല്ല, പൂർണ്ണമായിട്ട് മാറി. ഓ യേശുവേ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്ന. വേദനാൽ പ്രിയമകളെ ഭാരപ്പെടുമായിരുന്നു. പൂർണ്ണ സൗഖ്യം യേശു ചെയ്തു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവിന്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ചെക്ക് ചെയ്ത്. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞു തിരിഞ്ഞും പറഞ്ഞു ഒക്കെ നോക്കിക്കേ. ഒന്ന് ചെക്ക് ചെയ്ത്. ആലോചന പറഞ്ഞില്ലായിരുന്നോ? മിനി എന്ന് പേരുള്ള ഒരാള്. ആ ഓഗസ്റ്റ് മിനിയ എന്റെ മോളാണ്. അവള് ഓഗസ്റ്റിലാണ് ജനിച്ചത്. ഏറ്റെടുത്തോ സിസ്റ്ററെ, കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവര്, ശരീരത്തിന്റെ മേലെ എനിക്കൊരു അത്ഭുതം നടന്നു എന്ന് ചെക്ക് ചെയ്തിട്ട് തോന്നുന്നവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞു. 13-ാം തീയതി ഒരു പ്രവചനം പറഞ്ഞായിരുന്നു ബ്രദർ. ഇന്ന് ഞാനന്ന് സൂം മീറ്റിനകത്ത് കയറിയിട്ടില്ലായിരുന്നു. 13-ാം തീയതി ഷാലുവിന്റെ ഭവനത്തിന് വേണ്ടി എന്റെ ഷാലു എന്റെ സഹോദരനാണേ. അന്നേരം ഞാനന്ന് സൂം മീറ്റിങ്ങിനകത്ത് കയറിയില്ല. 14-ാം തീയതി ഇതുപോലെ കേട്ട് യൂട്യൂബിനകത്ത്. അന്നേരം അന്ന് എനിക്ക് മുഴുവൻ അത് കേട്ടില്ലായിരുന്നു. പിന്നെ അത് കേട്ടപ്പോ മനസ്സിലായി ഇത് എന്റെ ഭവനമാണ്. എന്റെ സഹോദരന് വർഷങ്ങളായിട്ട് ഒരു അപകടത്തിൽപ്പെട്ടിട്ടിരിക്കുക. അന്നേരം എന്റെ വീട് കയറ്റത്തിൽ കയറുന്ന ഒരു ഭവനമാ. ഇതുപോലെ എല്ലാം സംഭവം ഉള്ളതാ. അപ്പനും മരിച്ചുപോയി. ആ കുടുംബത്തിന് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിച്ചോണം. മകനെ വിടിവിക്കുവാൻ യേശുവിന്റെ കരം വെളിപ്പെട്ടിരിക്കുക കേട്ടോ. കർത്താവിന്റെ അത്ഭുതം അവിടെ വെളിപ്പെടും. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞു. ബ്രദർ, നാളെ എന്റെ മോളുടെ ബോർഡ് എക്സാം 10-ലെ. തെരേസ പേരൊന്ന് പ്രാർത്ഥിക്കാവോ? കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞ് കൃപയ്ക്ക് എന്ന് പറയുന്നു. നാളത്തെ എക്സാം വലിയൊരു അത്ഭുതമായി തീരും. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഇത് അനുഗ്രഹിക്കട്ടെ. വലിയ കൃപകളാൽ പരിശുദ്ധാത്മ നിറയ്ക്കട്ടെ. ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നീട് കേൾക്കാം. നിങ്ങൾ സാക്ഷ്യം പറയണം, ചെക്ക് ചെയ്യണം. കർത്താവ് ബ്ലഡ് റിസൾട്ട് ആണെങ്കിൽ പോയി ചെക്ക് ചെയ്യണം. സ്കാനിങ് ആണ്, ചെക്ക് ചെയ്യണം. കർത്താവിന്റെ അത്ഭുതകരം നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ കർത്താവ്